അസ്സാം വലൈക്കും ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഒരു റിലാക്സേഷൻ മെഡിറ്റേഷനിലേക്ക് പോയിട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വെൽക്കം ടു റിലാക്സേഷൻ മെഡിറ്റേഷൻ. കംഫർട്ടബിളായ ഒരിടത്ത് സ്വസ്ഥമായി ഒട്ടും ആയാസമില്ലാതെ നട്ടെല്ല് നിവർന്ന് കാലുകൾ നിലത്തുറപ്പിച്ച് ഇരിക്കുക. കണ്ണുകൾ മെല്ലെ അടക്കുക. സ്ലോലി ഒരു ദീർഘശ്വാസം മൂക്കിലൂടെ എടുക്കുക. ഈസി ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക വായിലൂടെ. Again, take a deep breath in. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ സമാധാനം ഉള്ളിലേക്ക് കടക്കുന്നതായും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ടെൻഷൻ പുറത്തേക്ക് പോകുന്നതായും വിഷ്വലൈസ് ചെയ്യാം. Take a deep breath in. Breathe out. ഇനി മെല്ലെ നിങ്ങളുടെ ബ്രീത്തിങ് നിങ്ങളുടെ ആ സ്റ്റഡി താളത്തിൽ തന്നെ പോകട്ടെ. ഒട്ടും ഫോഴ്സിങ് വേണ്ട. ഇനി നിങ്ങളുടെ അവയർനെസ് നിങ്ങളുടെ തലയുടെ മുകളിൽ കൊണ്ടുവരാം. ഫീൽ ചെയ്യുക നിങ്ങളുടെ തലയോട്ടിയെ. തലയോട്ടി എത്ര സോഫ്റ്റ് ആണ്. നിങ്ങളുടെ ഫോർഹെഡ് എത്ര സ്മൂത്ത് ആണ്. നിങ്ങളുടെ ഐബ്രോസ് റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ കണ്ണുകൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചീക്സ്, ജോസ്, ടങ് എല്ലാം റെസ്റ്റിലാണ്. നിങ്ങളുടെ കഴുത്ത് ലൂസനായിട്ടുണ്ട്. നിങ്ങളുടെ ഷോൾഡേഴ്സ് ഇയേഴ്സിൽ നിന്ന് ദൂരെ മെൽറ്റ് ഡൗൺ ചെയ്യാണ്. റിലാക്സ്. ഫീൽ ദ റിലാക്സേഷൻ ഫ്ലോയിങ് ഇൻ ടു യുവർ ആം, elbows, forearms, hands, right down to your fingertips. Take a deep breath in. Breathe out. നിങ്ങളുടെ വയറ് സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ബാക്ക് സൈഡ് റിലാക്സ് ചെയ്യാണ്. നിങ്ങളുടെ തൈസ്, നീസ്, കാലുകൾ എല്ലാം റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ എൻറ്റയർ ബോഡി ഇപ്പോൾ റെസ്റ്റിങ്ങിലാണ്, സേഫ് ആണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഇനി മെല്ലെ നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളുടെ ബ്രത്തിലേക്ക് കൊണ്ടുവരാം. അല്ല, ഒട്ടും ആയാസം കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോട്ടീസ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾ ശ്വാസം വലിക്കുന്നതെന്നും ശ്വാസം പുറത്തേക്ക് വിടുന്നതെന്നും. ഓരോ ശ്വാസം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ തോട്ട്സ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ. അവർ വന്നോട്ടെ, പോയിക്കോട്ടെ. ആ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ആ ചിന്തയെ ഒരു ഇലയുടെ മേലെ വെച്ച് അത് ഒരു ഫ്ലോട്ടിംഗ് റിവറിൽ വെക്കുകയാണ്. ആ റിവർ അതിനെ ഇങ്ങനെ ഒഴുക്കി 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 ദൂരെ കൊണ്ടുപോവാണ്. യെസ്, നിങ്ങൾ പഠിക്കുകയാണ് ദ ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. ഇനി ഒന്ന് ഇമാജിൻ ചെയ്യാം, നിങ്ങൾ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത്. എന്തു ആയിക്കോട്ടെ, ഒരു ബീച്ചോ ഒരു മൗണ്ടനോ ഇല്ലെങ്കിൽ സിംപ്ലി ഒരു ക്വയറ്റ് റൂം. ഒന്ന് ആ കളേഴ്സൊക്കെ നോട്ടീസ് ചെയ്ത് അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്, എന്തൊക്കെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾക്ക് എത്ര പീസ്ഫുൾനെസ് തോന്നുന്നുണ്ട്. ഫീൽ ദ കാംനെസ്, പീസ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നിങ്ങളിപ്പോൾ ഉള്ള ആ ഒരു റിലാക്സ്ഡ് സ്പേസിൽ സ്വസ്ഥമായി സ്വന്തത്തിനോട് പറയുക, ഐ എം സേഫ്,
I'm calm. I'm grounded. I deserve peace. Relax. Complete relaxation. ഇനി പതിയെ നിങ്ങളുടെ ഹോൾ ബോഡി ഒന്ന് നോട്ടീസ് ചെയ്യാം. And take a deep breath in. Slowly breathe out. Again, take a deep breath in. Slowly, slowly breathe out. എപ്പോഴാണോ നിങ്ങൾ റെഡി ആവുന്നത് അപ്പോൾ പതിയെ കണ്ണുകൾ തുറന്ന് കൈകൾ കൂട്ടിത്തിരുമ്മി മുഖത്ത് പതിച്ച് ഒരു ചെറു പുഞ്ചിരിയോടെ നമുക്ക് നമ്മളുടെ ഇന്നത്തെ മെഡിറ്റേഷൻ ഇവിടെ നിർത്താം. ഓക്കെ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഞാൻ കുറേ നാളായി ഒരു വെബിനാറൊക്കെ വെച്ചിട്ട് എന്നെ കാണാഞ്ഞിട്ട് ആർക്കൊക്കെ വിഷമമുണ്ടായി കേക്കട്ടെ. ഇവിടെ ആരൊക്കെ ഉള്ളത്? എന്നെ അറിയുന്നവർ എത്ര പേരുണ്ട്? എന്നെ അറിയാത്തവർ? വിഷമം ലൈല മേമത്തിനെ കാണാഞ്ഞാലൊരു വിഷമ, ദിവസം കാണുന്നതല്ലേ. ഓക്കെ, ഞാനൊന്ന് സെഷൻ പ്രോഗ്രസ് നേടട്ടെ ഗ്രൂപ്പിൽ. എല്ലാവരോടും നമ്മൾ 8 മണി എന്ന് പറഞ്ഞതുകൊണ്ട് 8 മണി കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടല്ലേ, നമ്മൾ മലയാളികളല്ലേ, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അല്ലേ തുടങ്ങുള്ളൂ എന്നൊരു ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഉണ്ട്. അത് നമുക്ക് ഇന്ന് പൊളിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ 8 മണിക്ക് മുന്നേ 1 മിനിറ്റ് മുന്നേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പൊ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്? എന്താണ് ഇന്നത്തെ നമ്മുടെ സെഷൻ? ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. കുറേ പേർക്ക് ചിലപ്പോൾ എന്നെ അറിയാത്തവരിവിടെ ഉണ്ടോയെന്ന് പറഞ്ഞോടൊക്കെ അറിയാം. കുറേ മൊബൈലുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. റെഡ്മി എന്ന് പറഞ്ഞിട്ടും റിയൽമി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സൂം യൂസറും ഇതൊക്കെ ആരാണാവോ? എന്തായാലും ഈ പറയുന്ന ആൾക്ക് ചിലപ്പോൾ എന്നെ അറിയില്ലെങ്കിലോ. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം ലൈല നസീം. ഐ എം എ പേഴ്സണൽ ഇമ്പാക്ട് കോച്ച്, റിലേഷൻഷിപ്പ് കൗൺസിലറാണ്, പബ്ലിക് സ്പീക്കിംഗ് മെൻറ്ററും കൂടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയുന്നത് കൊണ്ട് ഐ സ്റ്റോപ്പ് ദെയർ നൗ. കണ്ണൂർ ജില്ലയിലാണ് ഞാൻ, കേരളത്തിൽ കണ്ണൂർ ജില്ലയിലാണ്. ആൻഡ് റൈറ്റ് നൗ നമ്മൾ ഇന്ന് ഒരു സെഷനുമായിട്ട് വന്നിരിക്കുകയാണ്, ജസ്റ്റ് ബിഫോർ റമദാൻ, ദ ഹോളി മന്ത് ഓഫ് റമദാൻ. അപ്പോൾ എല്ലാവർക്കും അതറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സെഷൻ ഈസ് ടു മേക്ക് എ ഹാപ്പി റമദാൻ, അല്ലേ? എല്ലാവരും റെഡി ആയിട്ടുണ്ടോ? റമദാൻ മാസത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് റെഡി ആയോ? ആയി വരുന്നു ഇൻഷാ അല്ലാ. ആയി വരുന്നു. യെസ്. എന്തൊക്കെയാണ് ചെയ്തത് നോക്കട്ടെ. കാരണം എന്താ അറിയോ, നമ്മൾ പൊതുവെ നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അസുലഭ സുരഭില നിമിഷം, അങ്ങനെയൊക്കെയല്ലേ പറയാം മലയാളത്തിൽ. അങ്ങനത്തെ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. യെസ്, ഇറ്റ്സ് സംതിങ് ലൈക്ക് എന്താ പറയുക, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാസം വരുന്നു നമ്മുടെ കണ്ണിൻ്റെ മുന്നിലേക്ക്. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ എടുക്കുന്നില്ലെങ്കിൽ സത്യം നിങ്ങൾക്ക് ആ മാസം കഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു ഹെവിനെസ് ഫീൽ ചെയ്യും. നമുക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യൂലേ? ഇൻ്റർവ്യൂ ഉണ്ട്, നാളെയാണ് ഇൻ്റർവ്യൂ, നാളെ ഞാൻ പോയിക്കോളാം. അങ്ങനെയൊന്നും അല്ല അല്ലേ. നമ്മൾ എത്രയോ മുന്നേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ കമ്പനി എന്താ ചെയ്യണേ, കമ്പനി എന്തൊക്കെ പ്രിപ്പറേഷൻ നമ്മൾ നടത്തും ജസ്റ്റ് ഫോർ ആൻ ഇൻ്റർവ്യൂ. അപ്പോൾ ഇത്രയും വലിയ ഒരു ഹോളി മന്ത് നമുക്ക് നമ്മളെ മുന്നിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യണ്ടേ? വേണോ വേണ്ടയോ? കുറച്ച് പേരൊക്കെ വീഡിയോയിൽ വന്നാൽ കൊള്ളാം എന്ന് എനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. കാരണം എന്താ അറിയോ, ഞാനിങ്ങനെ കുറെ ബ്ലാക്ക് സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കുകയാണ്, സത്യത്തിൽ ഞാൻ മനുഷ്യന്മാരോടാണോ സംസാരിക്കുന്നത് അതോ വലിയ AI എന്നെനിക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ടാണ്. സോ കുറച്ച് പേരൊക്കെ വീഡിയോയിൽ വന്നാലും ഒരു സന്തോഷമായിരിക്കും. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിപ്പറേഷൻ. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, ജുമാക്ക് മുമ്പിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ, നിങ്ങൾക്ക് ഏറ്റവും വൃത്തിയുള്ള, നിങ്ങൾക്കൊന്ന് കുളിക്കുക,
ഏറ്റവും നിങ്ങളുടെ കയ്യിലുള്ള വെച്ചിട്ടുള്ള ഏറ്റവും നല്ല വസ്ത്രം, അതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡ്രസ്സ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ പള്ളിയിലേക്ക് നടന്നു പോവുക, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ അവിടെ എത്തുക, അവിടെ നമ്മൾ ഇമാം ഇങ്ങനെ കയറി നിൽക്കുന്നതിന് മുന്നേ നിങ്ങൾ അവിടെ. അപ്പോൾ ഓൾ ദീസ് ആർ ആക്ച്വലി പ്രിപ്പറേഷൻ ഫോർ വാട്ട്? ജുമാ നിസ്കാരത്തിന് വേണ്ടിയിട്ട്. സോ അതേപോലെ നമ്മൾ നോമ്പിന് വേണ്ടിയിട്ടും റമദാനിന് വേണ്ടിയിട്ടും പ്രിപ്പറേഷൻ നടത്തണോ വേണ്ടയോ? വേണ്ടേ? വേണം. അപ്പൊ അതൊക്കെ വേണം. വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഇന്ന് ഈ സെഷനിൽ വന്നിട്ടുള്ളത്? ആണോ അല്ലയോ? അതെ, ആണ്. ശരിക്കും നോമ്പിനോടനുബന്ധിച്ചിട്ട് ഇങ്ങനത്തെ ക്ലാസ് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കി നിൽക്കുമായിരുന്നു. അപ്പം അയ്യോ. ഇങ്ങനെ ലൈല ഒരു ഇതുപോലത്തെ സെഷനൊക്കെ വെക്കുമ്പം തന്നെ എന്താ പറയാ, അപ്പൊ തുടങ്ങാൻ വേണ്ടിയിരിക്കുന്നത് സെഷനും so much. നോമ്പും ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു വല്ലാത്തൊരു തിടുക്കം തന്നെയാണ് അല്ലേ? താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പം പഠിച്ചോ, നമുക്ക് നമ്മളിപ്പോൾ എല്ലാവരും ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്വാലിയായ അമലായിട്ട് പഠിച്ചോ സ്വീകരിക്കട്ടെ. ആദ്യം തന്നെ നമുക്ക് ദുആ ചെയ്തുകൊണ്ട് തുടങ്ങാം. അപ്പം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഏറ്റവും വലിയ പ്രിപ്പറേഷനാണ് നനച്ചുകുളി. അറിയോ? എന്താണ് ഈ നനച്ചുകുളി? യു ഡോണ്ട് നോ? അമൃത മാം, യു ഡോണ്ട് നോ? വീട്ടില് തീരുന്നില്ല അത്. വാട്ട് ഈസ് നനച്ചുകുളി? ഞാൻ തീർന്നു. ഡു യു നോ? നനച്ചുകുളി നമ്മള് നോർത്തിൽ മാത്രമേ ഉള്ളൂ ഈ വേർഡ്, സൗത്തിൽ ആ പേര് ഞാൻ കേട്ടതായിട്ട് ഓർക്കുന്നില്ല. ആ ചിലപ്പോ നനച്ചുകുളി എന്ന് എന്തെങ്കിലും പറഞ്ഞാല് ഉണ്ടാവും, പക്ഷെ പേരായിരിക്കും വ്യത്യാസമായിരുന്നു. I'll tell you, Amanda ma'am, actually, I was not there in Kerala, I was in Dubai, right? ഞാൻ നാട്ടിൽ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ റമദാൻ വരുമ്പം പീപ്പിൾ ആർ കമ്മിങ് ആൻഡ് ആസ്കിങ് മീ, നനച്ച കുളിയൊക്കെ കഴിഞ്ഞോ? ഞാൻ വിചാരിക്കുക, പടച്ചോനെ, വർഷത്തിൽ ഒരിക്കലാണ് ഇവരൊക്കെ കുളിക്കുക. ഞാൻ അങ്ങനെ വിചാരിച്ച, അല്ലാണ്ട് എന്തെന്ന് നമുക്ക് എന്ത് നനച്ചു കുളി മീൻസ് വാട്ട്? കുളിക്കുക, നനക്കുക. ഓക്കെ, ബേസിക്കലി ഞാൻ ആ വേർഡിന്റെ മീനിങ് ഒക്കെ എടുക്കായിരുന്നു. കുളിക്കുക, നനക്കുക, മേ ബി വാഷിങ്, ബാത്തിങ്. അപ്പൊ ഇവരൊക്കെ വർഷത്തിൽ ഒരിക്കലാണ് ഇതൊക്കെ ചെയ്യണത്. അയ്യേ, തീരെ പോരാ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വാട്ട് ദേ വർ ആക്ച്വലി മീനിങ് ഇസ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നതിനെയാണ്. അതായത് ഓരോ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിനെയും അത് ക്ലീൻ ചെയ്യുന്നതിനാണ് ഇത്രയും വലിയൊരു പേര് കൊടുത്തിരിക്കുന്നത്. അത് സിമ്പിളായിട്ട് പറഞ്ഞ പോലെ അതില്ല, ഇങ്ങനെ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട് ഈ സംഭവത്തിന്. അപ്പൊ നിങ്ങളൊക്കെ അത് സ്റ്റാർട്ട് ചെയ്തോ? അതെ, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞങ്ങളതൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞോ? അതിപ്പോ ഇനി ഒരു 2 ദിവസം കൂടി അത് നീണ്ടു നിൽക്കുന്ന ഒരു ലക്ഷണ കാണുന്നത്. അതിപ്പോ എന്താ സംഭവം? അത്രക്ക് തീരുന്നില്ല ഇവിടെ. അതെന്താ സംഭവം അറിയാം? അതായത് വീട്ടിലെ ഉമ്മയൊന്നും തീർക്കുന്നില്ല. നോമ്പ് 18-നാണ് തുടങ്ങുന്നെങ്കിൽ 17 വരെയും നനച്ചുകുളിയായിരിക്കും. ലൈല, ഞാൻ ലൈയടുത്ത് മലപ്പുറത്തുള്ള ഒരാളെ പരിചയപ്പെട്ടു. ഓക്കെ. അപ്പോഴവരാണ് ഈ നനച്ചുകുളി എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നനച്ചുകുളി അവരെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിലുള്ള മുഴുവൻ ഫേർണിച്ചേഴ്സ് പോലും കഴുകിയെടുക്കും അത്ര അവർക്ക് ഒരു നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയില്ല. ഡീപ് ക്ലീനിങ് ആണ് നമ്മളൊക്കെ ഉദ്ദേശിക്കുക. എന്നാൽ നനച്ചുകുളി ഇടയ്ക്കിടെ ചെയ്യും, പക്ഷെ നോമ്പാകുമ്പോഴേ കുറച്ചും കൂടി പണ്ടൊക്കെ പലയിലല്ലേ ഇരിക്ക, പല കുറച്ച് ചെറിയ സ്റ്റൂള്, അതൊക്കെ അന്നേരം കഴുകാം. ഈ ഒരു നോമ്പ് ബറാത്തിനോടൊക്കെ ആ സമയത്തൊക്കെയാണ് എല്ലാം കഴുകും. ഈ പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ച് മൊത്തം ഫർണിച്ചർ, അത്യാവശ്യം കഴുകാൻ പറ്റുന്ന ഫർണിച്ചറൊക്കെ കഴുകും. നമ്മളെ കട്ടില്, കിടക്ക, പിന്നെ സോഫ, ഇതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതുവരെ കഴിക്കുന്ന കണ്ടിട്ടില്ല എന്റെ ഈ പ്രായത്തിന്റെ ഇടയില്. അപ്പൊ അവര് പറഞ്ഞു ഈ വർഷമാകുമ്പത്തേക്ക് നമുക്ക് ഈ നോമ്പാവാനാകുമ്പോ ഇത് പറഞ്ഞു കേട്ടപ്പോ എനിക്കൊരു സംശയം. ഇപ്പൊ കുഴപ്പമില്ല, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു വെയില് കാലാവസ്ഥയാണ്. ഈ നോമ്പൊക്കെ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യും? അവര് ശരിക്കും പെട്ടു നോമ്പാകുമ്പത്തേക്ക് ടയേർഡ് ആയി പോകുന്നുണ്ട്. അത് ആളെ കൂട്ടിയിട്ടൊന്നുമല്ല, വീട്ടുകാര് മൊത്തത്തിലാ ചെയ്യാന്ന്. അതൊരു ഉത്സവം പക്ഷെ നമ്മളൊക്കെ പിന്നെ ഒരാളൊക്കെ കൂട്ടിച്ച് അല്ല. ശരിക്കും പറഞ്ഞാല് ഞാൻ മനസ്സിലാക്കിയത്, പണ്ടൊക്കെ വെച്ചാൽ വീട്ടിൽ കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇത് ഒരു മേ ബി മാക്സിമം ഒരു 1 വീക്ക് കൊണ്ട് സംഭവം തീരും. ശരിക്കും ഈ ബറാത്തിന്റെ ദിവസം, അന്നേരമൊക്കെ വെച്ചാൽ ബറാത്തിന്റെ ദിവസം ആകുമ്പോഴേക്ക് ഇത് തീർക്കും. പിന്നെ ആ ബാക്കിയുള്ള 15 ഡേയ്സ് എന്ന് പറയുന്നത് ഇബാദത്തിലേക്ക് ഉള്ളൊരിതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എങ്ങനെ തുടങ്ങിയാലും വീട്ടിലൊന്ന് ഒരാളിപ്പം 2 ആളോ മാക്സിമം ഉണ്ടാവും.
ഉം, ഭയങ്കര ബുദ്ധിമുട്ടാ. അതേ സമ്പ്രദായം തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉം. ആവശ്യമില്ല. കാരണം ഇപ്പം ടെക്നോളജി ഒരുപാട് ഇതായി. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇനി ഇൻസ്ട്രുമെന്റ്സ് ഇനി ഒന്നും വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾക്കൊരു ആ ഗ്യാങ് ഉണ്ട് വരാന്. ആ ആ, വിളിച്ചാ അതാ മതി. പറയുന്നത്. ഒക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ മറ്റു ഡീപ് ക്ലീനിങ് സർവീസസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന ഈ ആചാരം നിൽക്കുമ്പോ ഇപ്പൊ എന്റെ ഉമ്മയൊക്കെ ശരിക്കും ടയേർഡായി. ഞാൻ ചോദിക്കും എന്തിനാ ഉമ്മ ഇതിന്റെ ആവശ്യം? പക്ഷെ അവർക്ക് ആ ഒരു സിസ്റ്റം നിർത്താൻ ഇല്ല, പറ്റുന്നില്ല. ഞാന് ഇറ്റ്സ് ദ എന്റെ ശരിക്കും ഉമ്മ പറഞ്ഞാൽ ഇനിയിപ്പോ നോമ്പാകുമ്പോഴത്തേക്ക് ദേ ബി ഓൾമോസ്റ്റ് ലൈക്ക് tired. കംപ്ലീറ്റ്ലി എല്ലാരും സൈഡായി. ഇപ്പം തന്നെ സൈഡായി. Yes. ഇപ്പൊ എന്റെ ഉമ്മ എന്താ ആക്ച്വലി ചെയ്യണമെന്നറിയോ? ഇറ്റ്സ് ലൈക്ക് രാവിലെ തൊട്ടിട്ട് ഇബാദത്തിന് രാ- ഇബാദത്തിന് വേണ്ടിയിട്ട് എന്തിനാ That's ഇവർ what ഇത് I- ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ? ആ ഇപ്പൊ എന്റെ ഉമ്മ എന്താ ചെയ്യുന്ന വെച്ചാൽ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ, എന്നിട്ട് ഒരു മഗ്‌രിബ് സമയമാകുമ്പോഴേക്കും നടുവേദന, ഗുളിക എവിടെ, ഗുളിക എവിടെ, എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോ ഇത് മറന്നു പോകും, വീണ്ടും തുടങ്ങും, വീണ്ടും രാത്രി ആകുമ്പോഴേക്ക് ഗുളിക എവിടെ, ഗുളിക. ഞാൻ വിചാരിക്കും പടച്ചോനെ, നമുക്ക് ചെയ്യണം, ശരിയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആളെ വിളിക്കാം, എന്നിട്ട് ഉമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി എന്ത് ചെയ്യണമെന്നൊക്കെ, അങ്ങനെ ചെയ്യാലോ. പക്ഷേ ഒരാൾ വന്നാലും നമ്മൾ ചെയ്യുന്ന പോലെ ആവൂല. ഞാൻ പറഞ്ഞു അതൊക്കെ കറക്റ്റ് തന്നെ, ശരിയാണ്. നമ്മളുടെ വീട് നമ്മൾ ചെയ്യുന്നത് പോലെ വേറെ ആർക്കും ചെയ്യാൻ പറ്റൂല, ദാറ്റ് ഇസ് ട്രൂ. പക്ഷെ എന്ത് ചെയ്യും, എല്ലാ ദിവസവും ഗുളിക കഴിക്കേ? അപ്പോ നമ്മളുടെ ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ കണ്ണിന്റെ മുന്നിൽ വരുന്ന അതാണ്. രണ്ടാമത് വേറെ സംഭവമുണ്ട്, അറിയോ? ആദ്യത്തെ ദിവസം സമൂസ, ജിലേബി, ഇത്. രണ്ടാമത്തെ ദിവസം ചിക്കൻ ഫാഫ. മൂന്നാമത്തെ ദിവസം നമുക്ക് ഷവർമ. നാലാമത്തെ ദിവസം ഇതാണ് അടുത്ത പ്രിപ്പറേഷൻ. ആണോ അല്ലയോ? 30 ദിവസം ഉണ്ടെങ്കിൽ 60 സാധനം ഉണ്ടാവും നമുക്ക് എന്ത് ചെയ്യാൻ? പരീക്ഷിക്കാൻ. പരീക്ഷിച്ചിട്ട് വേണം നമുക്കിങ്ങനെ എല്ലാ ദിവസവും പുതിയ പുതിയ സാധനങ്ങൾ ടേബിളിന്റെ പുറത്ത് വെക്കാം. റമദാൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ആണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നാലും നമ്മൾ എന്താ ചെയ്യണേ? റമദാൻ എന്ന് പറഞ്ഞാൽ ഫീസ്റ്റിംഗ് ആക്കി മാറ്റി പുതിയ പുതിയ ഐറ്റംസ് പരീക്ഷിക്കുന്ന ഒരു ഒരു മാസം. ആണോ അല്ലയോ? തോന്നിയിട്ടില്ലേ? ലൈല, ഞാനൊരു പാചകക്കാരിയായത് നോമ്പിന് കിച്ചൺ ഫ്രീ ആയി കിട്ടിയപ്പോഴാ അതറിയാൻ പറ്റും. സീരിയസ്ലി? ഓ, Yeah. കാരണം അല്ലെങ്കിൽ കിച്ചണിൽ എപ്പോഴും ഉമ്മാന്റെ കയ്യിലല്ലേ, അപ്പൊ മോർണിംഗ് ഒക്കെ കിട്ടും. അന്ന് അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ തിരിച്ചറിവ് വന്ന്. അതുകൊണ്ട് പിന്നെ ടയർഡ് ആവേണ്ടതല്ല റമദാൻ എന്നുള്ളത്. പക്ഷെ ഒരുപാട് പുതിയ പുതിയ ഐറ്റംസ്, കാരണം വീട്ടിൽ എപ്പോഴും എല്ലാ ഐറ്റംസും ഉണ്ടാവും. സ്റ്റോർ ചെയ്യുന്ന ഒരു സമയമാണ്, ഒരു ബർക്കത്തുള്ള ഒരു സമയമാണ് നമുക്ക്. എല്ലാവരും കൊണ്ടുതരും, ആരോടും നമ്മളൊന്നും പറയണ്ട, എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഇഷ്ടം പോലെ. അപ്പൊ നമുക്ക് തന്നെ ഇങ്ങനെ ഇത് വെച്ചിട്ട് അത് ചെയ്താലോ, ഇതിന്റെ ഒപ്പം ഒന്നിച്ചു വെച്ചാലോ, ഇത് ഞാൻ ഇന്ന് കലക്കും. എന്നിട്ട് എല്ലാവരും നമ്മൾ ഇരിക്കുമ്പോ ഇതെന്താ സാധനം, അതിന് പേരൊന്നും ഇട്ടിട്ടില്ല, ഇന്ന് ഞാൻ കണ്ടുപിടിച്ചൊരു സാധന. അങ്ങനെയാണ് നമ്മൾ പൊതുവെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എക്സ്റ്റേർണലി മാത്രമല്ല അല്ലേ, നമ്മൾ ഇന്റേണലി നല്ലോണം പ്രിപ്പയർ ചെയ്യാറുണ്ട്. വെൻ യു കം ഇൻ ടു ദ ഹോളി മന്ത് ഓഫ് റമദാൻ നമ്മൾ ഇന്റേണൽ ക്ലെൻസിങ് ഒരുപാട് ചെയ്യാറുണ്ട്. നമ്മൾ യൂഷ്വലി കുറേ കാര്യത്തിൽ അഡിക്റ്റഡ് ആയിട്ടുണ്ട് അല്ലേ. കുറേ പേർക്ക് എനിക്ക് കുറേ ഡ്രസ്സ് വേണം, അലമാര മൊത്തം ഡ്രസ്സായിരിക്കും, എന്നാലും ഡ്രസ്സ് ഇല്ല എന്നൊരു ആറ്റിറ്റ്യൂഡുള്ള കുറേ പേരുണ്ട്. പിന്നെ കുറേ ഫുഡ് കഴിക്കണമെന്നുള്ള അഡിക്ഷൻ ഉള്ളവരുണ്ടാവും. കുറേ റീൽസ് വേണമെന്നുള്ള അഡിക്ഷൻ ഉള്ള. അതായത് നമ്മൾ പൊതുവേ നമ്മളെപ്പോഴും വീണ്ടും 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 എന്നുള്ളൊരു ചിന്ത മാത്രമാണ് വെക്കുന്നത്. സോ ദിസ് റമദാൻ ഞാൻ സ്പെസിഫിക്കലി ഇന്നത്തെ സെഷന്റെ ടോപ്പിക് വെച്ചിട്ടുള്ളത് മിനിമലിസം. മിനിമലിസം ഇൻ എവറിത്തിങ്. അപ്പോൾ നമ്മൾ ഈ റമദാൻ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യണം, യെസ്, ഞാൻ കുറേ കാര്യത്തിൽ നിന്ന് എൻ്റെ ആ ഒരു അതും വേണം ഇതും വേണം ആ ക്രേവി അതൊക്കെ ഞാൻ ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ട് എന്നുള്ള ഫീലിങ്ങിലേക്ക് നമ്മൾ എത്തിയിരിക്കണം. സോ ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് നമ്മൾ റമദാൻ എത്തിയിട്ട് വേണം ഒരു 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 സംഭവത്തിലേക്ക് റമദാൻ തുടങ്ങട്ടെ. നമ്മൾ ഈ ന്യൂ ഇയർ വരുമ്പോൾ പറയുന്നൊരു സംഭവമില്ലേ, ജാനുവരി 1 ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം വെയിറ്റ് ഒക്കെ കുറച്ചിട്ട്. എന്തിനാ നമ്മൾ ജാനുവരി 1 കാത്തിക്കേണ്ട ആവശ്യമല്ലേ, നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങിക്കൂടെ? അതേപോലെ റമദാന് നമ്മൾ ചെയ്യാൻ നമ്മൾ കുറേ കാര്യങ്ങളുണ്ടാവും. ഞാനുണ്ടല്ലോ ഒരു ദിവസം 5 ജ്യൂസ് ഓതും. അപ്പോൾ 5 5 5 ഞാൻ ഒരു മാസം കൊണ്ട് 30 ജ്യൂസ് തീർക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ഗോൾസ് സെറ്റിംഗ് ഒക്കെ ചെയ്യും. പക്ഷെ എന്തിനാണ് നമ്മൾ റമദാനാവാൻ കാത്തിക്കുന്നത്?
നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നേ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്താണെന്നറിയോ, ഇനിയും ഉണ്ടല്ലോ 2-3 ദിവസം ഉണ്ടല്ലോ. ആ 2-3 ദിവസം കഴിയുമ്പോൾ ആ സ്റ്റാർട്ടിങ് ട്രബിളില്ലേ, ആക്ച്വലി നമുക്കൊക്കെ പ്രശ്നം എന്താ, ഒരു മൊമെൻ്റ് ആണ്. അതായത് ബാക്കിൽ നിന്ന് ഒരു ചവിട്ട് കിട്ടിയാൽ നമ്മൾ സ്പീഡിൽ മുന്നോട്ട് പോകും. ആ ചവിട്ട് കിട്ടാത്തത് മാത്രമാണ് പ്രശ്നം. അപ്പം നമുക്ക് ഇന്നേ ഒരാൾ നമ്മൾ ചവിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക, സ്ലോലി സ്റ്റെപ്പ് എടുത്ത് വെക്കുക. അപ്പോൾ ഈ 2-3 ദിവസം കഴിയുമ്പോൾ യു ബിക്കം യാ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയോ, ആദ്യത്തെ ദിവസം നല്ല മറ്റേ സ്കൂളിൽ പിക്നിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ രാവിലെ എണീക്കൂലേ, സ്കൂളിൽ പിക്നിക് ആണെങ്കിൽ നമ്മൾ നേരത്തെ എണീക്കുമല്ലോ, നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ചെയ്യാൻ, ബാഗിൽ ചിപ്സ് വെക്കണം, ജ്യൂസ് വെക്കണം, അങ്ങനെ എന്തൊക്കെയോ ഉള്ളതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഡേ ഭയങ്കര, പിക്നിക് ഡേ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അതേപോലെ റമദാൻ്റെ ഫസ്റ്റ് ഡേ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. എല്ലാവരും വിളിക്കുക, അത്താഴം കഴിക്കുക, നീയത്ത് വെക്കുക, താജ് നിസ്കരിക്കുക, സൂപ്പി നിസ്കരിക്കുക, എന്നിട്ടും പടച്ചോനിങ്ങനെ ഓർക്കുക, ഓതുക, ദുആ നിസ്കരിക്കുക, പടച്ചോനേന്ന് വിളിക്കുക. 2 ദിവസം കഴിയുമ്പോൾ അയ്യ, എന്നെ ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ എത്തും. എന്തുകൊണ്ടാണെന്നറിയാം, നമ്മൾ അന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്യണം. ഏതൊരു കാര്യം ആയിക്കോട്ടെ, നമ്മൾ കുറച്ച് മുന്നേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി ടുഡേ ഇറ്റ് സെൽഫ്. നാളത്തേക്ക് നിയത്ത് വെക്കുക. നാളെ രാവിലെ, നാളെ ഓക്കെ, ടുഡേ സൺഡേ, ടുമോറോ ഇസ് എ മൺഡേ, റൈറ്റ്? നാളെ നമുക്കൊരു സുന്നത്ത് നോമ്പ് വെക്കാം. എന്നിട്ട് ആ സുന്നത്ത് നോമ്പിനെ നമുക്കൊരു ഫർള് നോമ്പായിട്ട് മനസ്സിൽ കാണാം. ഓക്കെ, ടുമോറോ മൈ റമദാൻ സ്റ്റാർട്ടിങ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യും, ഒരു 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 സ്റ്റെപ്പ് എടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ റമദാൻ പ്രോപ്പറായിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും യു ആർ പ്രിപ്പയർഡ് ടു ടേക്ക് ഇറ്റ്. കാരണം എന്താ അറിയോ, ഞാൻ ഇതുവരെ വിചാരിച്ചത് പടച്ചോന് ഓക്കെ, നീ ഉണ്ടല്ലോ ജാനുവരിയിൽ ഇത് അല്ലെങ്കിൽ നമ്മൾ ഷാബാൻ മാസത്തിൽ ഇത് ചെയ്തോ, റമദാൻ മാസത്തിൽ ഇത് ചെയ്തോ എന്ന് ഒറ്റയടിക്ക് തന്നു എന്നാ. അല്ല കേട്ടോ, പടച്ചോനടക്കം എന്താ ചെയ്തതെന്നറിയോ, ആദ്യം 30 ദിവസത്തെ നോമ്പ് കൊടുത്തിട്ടില്ല. എല്ലാ എല്ലാ പ്രോഫിറ്റ്സിൻ്റെ ടൈമിലും ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. പല ഡിഫറെൻറ്റ് രൂപത്തിലാട്ടോ. ടൈമിംഗ് വ്യത്യാസം ഉണ്ടാവും, ഓരോ റൂൾസ് വ്യത്യാസം ഉണ്ടാവും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമയത്തും ഹീ ഡിഡ്ന്റ് സേ 30 days ഫാസ്റ്റിംഗ്, അങ്ങനെയല്ല വന്നത്. ഫസ്റ്റ് ഉണ്ടായത് എന്താ അറിയോ, അശൂറ ദിവസം ഫാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ മാസത്തിലെയും 13, 14, 15 തീയതികളിൽ ഫാസ്റ്റിങ്. ഇങ്ങനെ സ്ലോലി 1, 2, 3 ദിവസമൊക്കെ ഫാസ്റ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് പ്രിപ്പയർഡായി, മൈൻഡ് സെറ്റൊക്കെ കുഴപ്പമില്ലല്ലോ, നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെ ഉണ്ട്, ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല, ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് സഹാബാസായാലും എല്ലാവരും എത്തിയതിന് ശേഷമാണ് പടച്ചോൻ ജിബ്രീലിൻ്റെ കയ്യിൽ കൊടുത്തയക്കുന്നത്. ഇനി തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികൾക്കൊക്കെ 1 മാസം റമദാൻ എന്നുള്ള സംഭവം ഉണ്ടാവും. അത് കമ്പൽസറിയാണ്, എല്ലാവരും എടുത്തിരിക്കണം. പക്ഷെ കമ്പൽസറി എന്ന് പറഞ്ഞപ്പോഴും അതുവരെ 30 days 30 ദിവസം നോമ്പെടുത്ത് ശീലം ഇല്ലാത്ത ആൾക്കാർക്കും ഒന്നും തോന്നിയില്ല. ആണോ? ഓക്കെ, ചെയ്യാം. കാരണം എന്താ, ആ ആ ചെറിയ മൈൻഡ് ഷിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമുക്കൊക്കെ വേണ്ടത്. നമ്മളെ മനസ്സിൽ നമ്മൾ റമദാൻ വരട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിനേക്കാളും ഇന്നേ അത് ആ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് സ്ലോലി അതിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, സോ അതാണ് നമ്മൾ ഇന്റേണൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് യു ഡോണ്ട് ഫീൽ അയ്യോ എൻ്റെ അപ്പം എന്താ സംഭവിക്കുന്നത്, എന്താ ഇത്, യു ഫീൽ ഓവർവെൽം. കാരണം പെട്ടെന്ന് കാര്യങ്ങൾ മറിയുമ്പോൾ. സോ സ്ലോലി മേക്ക് സ്മോൾ ചേഞ്ചസ്. അപ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, നമ്മൾ മിനിമലിസ്റ്റ് ആണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ കോൺഷ്യസ് ആയിട്ട് ഇനി തൊട്ട് നിങ്ങളോട് ഇനഫ് എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും. കാരണം നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് സന്തോഷം കിട്ടുന്നെങ്കിലും ആ ഭക്ഷണത്തിനോട് കുറച്ച് ഇനഫ്. ഒരുപാട് ഡ്രസ്സ് വാങ്ങുമ്പോൾ ഇല്ലെങ്കിൽ ഒരുപാട് ഷോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ അവിടെയും ഒരു ഇനഫ്. അല്ലെങ്കിൽ ഒരുപാട് റീൽസ് കാണുമ്പോൾ ഒരു റീല് കണ്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കണം, അടുത്ത റീല് കാണുമ്പോഴേക്കും എനിക്ക് സന്തോഷം എന്നുള്ള രീതിയിൽ വീണ്ടും റീല് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അവിടെയും നമ്മളോട് ഇനഫ് പറയണം. കാരണം നമ്മളിരിക്കുന്നത് മിനിമലിസ്റ്റ് ആണ്. നമ്മൾ എല്ലാ കാര്യത്തിനും ഇനി തൊട്ടിട്ട് മിനിമൽ ആക്കാനാണ് പോകുന്നത്. ചിലർക്ക് ഒരുപാട് സംസാരിക്കുമ്പോഴായിരിക്കും സന്തോഷം. സംസാരം കുറക്കാനുണ്ട്.
അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് റമദാനിൽ നമ്മൾ മിനിമലായിട്ട് കൊണ്ടുപോയിട്ട് അത് ഇതിപ്പോൾ നമ്മൾ സയൻസ് ഒക്കെ തന്നെ പറയുന്നില്ല 21 days ഇഫ് യു ആർ ഡൂയിങ് സംതിങ് അത് നിങ്ങളെ ഹാബിറ്റായി മാറുന്ന. അപ്പോൾ നമ്മൾ റമദാൻ എന്തിനായിരിക്കും പടച്ചവൻ ഒരു 30 days എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നത്? ആ റമദാൻ ത്രൂ നമ്മളിങ്ങനെ ക്ലാരിറ്റി കൊണ്ടുവന്ന ഒരു റീസെറ്റ് ബട്ടൺ പോലെയാണ് അല്ലേ? നമ്മൾ ടോട്ടലി ഒന്ന് റീസെറ്റ് ചെയ്യാണ്. ആ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മളൊരു ക്ലെൻസിങ് മോഡിൽ എത്തിച്ചിട്ട് ആ സംഭവം കൊണ്ട് നമ്മൾ ബാക്കിയുള്ള മാസങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാസം നമുക്കുള്ളത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ടൈം കണ്ടെത്താം. സോ പൊതുവേ നമ്മൾ എന്താ ചെയ്യുക? രാവിലെ എണീറ്റു, നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഉറങ്ങാം, എന്നിട്ട് നമുക്ക് ലോറാമ എണീക്കാം. അപ്പൊ എന്തായി? അത്രയും സമയം പോയി കിട്ടി എന്നുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ ഇപ്പൊ ഞാൻ എന്നോടും കൂടിയാ പറയുന്നത് കേട്ടോ. ഞാനും കൂടി നന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ എന്റെ സബ് കോൺഷ്യസ് മൈൻഡിനോട് കൂടിയിട്ടാ പറയുന്നത്. നമ്മൾ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാല് വൺ തിങ് ഇസ് ഫുഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ടയേർഡായി പോകും. മനസ്സിലായോ? നമുക്കൊരു ഫീലിംഗ് ആണ്, ഞാൻ ടയർഡായി പോകും, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. നോ, നിങ്ങൾക്ക് അറിയില്ലേ നമ്മളെ സഹാബാസൊക്കെ അവര് നോമ്പ് നോറ്റിട്ട് എന്തൊക്കെയാ ചെയ്തത്? അങ്ങനത്തെ പണിയെങ്ങാനും നമ്മൾ ചെയ്യുന്നുണ്ടാ? അവർ നോമ്പ് നോറ്റിട്ട് ഇത്രയും പണികൾ ചെയ്തു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം തന്നെ ആക്ച്വലി ഇറ്റ് ഈസ് എ ബിഗ് അല്ലെ, ബിഗ് തോട്ടാണ്. നമുക്കിപ്പോ ഇത്രയും മെഷീനും കാര്യങ്ങളും ഉണ്ടായിട്ട് തന്നെ നമുക്കത് പറ്റുന്നില്ല. So we have to think. എവിടെയാണ് മ്യൂട്ട് മാറിയത്? ഓക്കെ, ലെറ്റ്സ് മ്യൂട്ട് ഹർ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നോമ്പ് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ ഈ ഒരു കാര്യം. ഇത്രയൊക്കെ ഫുഡൊക്കെ മതിയല്ലേ, എനിക്കിതൊക്കെ ചെയ്യാൻ എനർജി ഉണ്ട്. നമ്മൾ പൊതുവെ വിചാരിക്കുന്ന കുറേ അടിച്ചു കയറ്റിയാൽ മാത്രമേ നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ, കുറേ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ മാത്രമേ നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ. നോ, അങ്ങനെയൊന്നുമില്ല. എല്ലാം മിനിമലിസം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എന്ന് നോമ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ദിസ് ഇസ് എ ടൈം ദാറ്റ് യു ഹാവ് ടു ചേഞ്ച് യുവർ ബിലീഫ് സിസ്റ്റം. നിങ്ങളെ ബിലീഫ് സിസ്റ്റത്തിനെ മാറ്റാം. കുറേ മോർ ഒന്നും വേണ്ട, ലെസ് മതി നമുക്ക്. പടച്ചോൻ എന്താണോ നമുക്ക് തരുന്നത് അതിൽ സന്തോഷം കണ്ടെത്താൻ നോക്കുക എപ്പോഴും. അപ്പോൾ ഷോപ്പിംഗ് കുറേ ചെയ്യുന്ന ആൾക്കാരാണ് ആയിരിക്കും ഇപ്പോഴത്തെ കാലത്ത്. എന്താണെന്നറിയോ, പടച്ചോന് ഒരു ഹദീസ് ഉണ്ട്, അതിൽ നബി പറഞ്ഞ പടച്ചോൻ അതിൽ പറയുന്നത്, എനിക്ക് നിങ്ങൾ പോവേർട്ടി, അതായത് പാവങ്ങളായിട്ട് ദരിദ്രവാസികളായി മാറുമെന്നല്ല പേടി, ലോകം പോകുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയായിരിക്കും എന്നറിയോ? നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളിലേക്ക് പല 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 സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ? ഈസിയല്ല, ഇപ്പൊ നമുക്ക് സത്യമല്ലേ, നമ്മൾ ജസ്റ്റ് ഇതേ ഇങ്ങനെ. ഇപ്പൊ എൻ്റെ കസിൻ ഉണ്ട് കേട്ടോ ദുബായില്, അവളുടെ കുട്ടിയുടെ ഡയപ്പേഴ്സ് തീർന്നു. എത്ര മണിക്ക്? രാത്രി 1 മണിക്ക്. ദുബായിയുടെ കാര്യമാണ്. രാത്രി 1 മണിക്ക് ഡയപ്പർ തീർന്നപ്പോൾ അവളിതേ ആപ്പില് ഡയപ്പർ തോട്ടി ഇത് വെച്ച് ഒന്ന് കൊണ്ടുവരൂ കേട്ടോ എന്ന് പറയുമ്പോൾ 1:15 ഇതേ ബെല്ലടിക്കുന്നു, രാത്രി 1:15. അത്രയും ഈസിയാണ് ഇപ്പോ. ജസ്റ്റ് ഒരു ആപ്പ് ത്രൂ നമ്മൾ കുത്തുമ്പോഴേക്കും നമ്മളെ വീട്ടിലേക്ക് സാധനം എത്തുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി, എവിടെ? ബാംഗ്ലൂരിൽ. അവള് ജസ്റ്റ് അറിഞ്ഞതേ ഉള്ളൂ വി ആർ ഗോയിങ് ദേ. സോ വാട്ട് ഷി ഡിഡ് ഇസ് നീ എന്തായാലും ഇങ്ങോട്ട് വരണം കേട്ടോ, ഫുഡ് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടേ പോകാം. ഞാൻ വിചാരിച്ചു ഇവളെന്താ ചെയ്യുക, 12 മണിക്കാണ് വിളിച്ചത്, എങ്ങനെ പോയാലും ഒരു 1:30 ആകുമ്പോഴേക്കും ഞാൻ അവളുടെ വീട്ടിലെത്തും. സത്യമാണ്, ലഞ്ച് ടൈമാണ്. ഇവളെന്താ കാട്ടിക്കൂട്ടാൻ പോണേ? ഇവൾ ഒറ്റയ്ക്കല്ലേ ബാംഗ്ലൂരിൽ. ഞാൻ അവിടെ പോയപ്പോഴേ അവിടെ ഒരു പെണ്ണുങ്ങൾ നിൽക്കുന്നു, അവരുടെ ടീഷർട്ടിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് സ്നാപ്പ് ബിറ്റ് എന്ന്. ഇവിടെ ബാംഗ്ലൂർ ആരുണ്ടെങ്കിൽ ആ പേര് അറിയായിരിക്കും. സ്നാപ്പ് ബിറ്റ് എന്ന് ഇവരുടെ ടീഷർട്ടിന്റെ ബാക്കിൽ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതെന്താ സ്നാപ്പ് ബിറ്റ്, ഇത് ആപ്പോ മറ്റോ ആണ്. സ്ലോലി ഞാൻ ചോദിച്ചു ഇതാരാ, നിന്റെ മേഡാണോ എന്ന് ചോദിച്ചു. അങ്ങനെ അല്ല, ഇത് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ട് മേഡിനെ വരുത്തിച്ചു തന്നു. ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്ത് മേഡിനെ വരുത്തിച്ചോ, അതെന്താ സംഭവം എന്ന് പറഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ അങ്ങനെയുണ്ട് പോലും. അതായത് നമുക്കൊരു ഗസ്റ്റ് വരുന്നു, ഹോംലി ഫുഡ് തന്നെ കൊടുക്കണം, ഹോട്ടലിലെ ഫുഡ് കൊടുക്കണ്ട, ഹോംലി ഫുഡ് കൊടുക്കണം. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? സ്നാപ്പ് ബിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് എടുത്തിട്ട് എനിക്ക് 5 മണിക്കൂറത്തേക്ക് എനിക്കൊരു സെർവന്റിന് ആവശ്യമുണ്ട് ഇന്ന സ്ഥലത്ത്, ദേ വന്നിട്ട് ടിങ് ടോങ്, ഞാനാണ് നിങ്ങളുടെ സെർവന്റ്.
ഞാനിങ്ങനെ ആ പെണ്ണുങ്ങളിങ്ങനെ നോക്കി നിന്ന് പോയി. പെണ്ണുങ്ങൾ വേറെ ഒന്നും ചെയ്യൂല, ബിക്കോസ് ഷീ ഹാവ് നോ കണക്ഷൻ അല്ലേ. ഒരു മെഷീൻ പോലത്തെ ഒരു പെണ്ണുങ്ങള്. കാരണം ഷീ ഹാവ് നോ കണക്ഷൻ, ഷീ ജസ്റ്റ് കെയിം ഫോർ 5 hours. ആ 5 hours കലക്കുന്നു, കുത്തുന്നു, എടുത്തു വെക്കുന്നു, ഭയങ്കര സ്പീഡ്, ജസ്റ്റ് ലൈക്ക് AI. ഞാനിങ്ങനെ ആ പെണ്ണുങ്ങളെ നോക്കി നിന്നുപോയി. ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഒരു കാലമേ, മെയ്ഡിനൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുമല്ലേ. സത്യം. നമ്മുടെ നാട്ടില് ഉണ്ടോ ഇല്ലയോ ഐ ഡോണ്ട് നോ. ഓക്കെ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റം. അപ്പൊ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോ നമ്മള് മിനിമലിസത്തേക്ക് പോവോ? ഇല്ല, ഇല്ല. എളുപ്പമാണ് നമ്മളുടെ കയ്യിലത്തെ പൈസ ഇങ്ങനെ, റിസോഴ്സസ് ആയാലും എന്തായാലും എളുപ്പത്തിൽ കൊടുക്കാൻ നല്ല ഈസിയായ കാലഘട്ടം ഇത്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, ആമസോണിലായാലും മിന്ത്രയിലായാലും ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്താ അറിയോ, എനിക്ക് വേറെ ആരും ഗിഫ്റ്റ് വാങ്ങാനില്ല, ഞാൻ തന്നെയാണ് എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാറ്. അപ്പൊ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഈ ആപ്പ് ത്രൂ കയറിയിട്ട് ഗിഫ്റ്റ് വാങ്ങുക. എന്നിട്ട് എന്ത് സംഭവിക്കും, ഇതിൽ പേ ഞാനാ ചെയ്തത്, ശരിയാണ്, പേ ചെയ്തു. പക്ഷേ ആ ഡെലിവറി ബോയ് വന്നിട്ട്, ലൈലയല്ലേ, അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാർസലാന്ന് പറയുമ്പോൾ എനിക്ക് തോന്നാറ് അത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണെന്നാണ്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കുറേ നാൾ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു പറയോ, പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ശരിയായ ഒരു പോക്കല്ലല്ലോ. പക്ഷേ നമുക്ക് കുട്ടിക്കാലത്തേക്ക് വെച്ച ഈ ഒരു സ്വഭാവം മാറ്റാൻ അത്ര നല്ലതല്ല, എളുപ്പമല്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ പോവും. എന്നിട്ട് ആഡ് ടു കാർട്ട് എന്ത് ചെയ്യും, ആഡ് ടു കാർട്ട് എന്ന് പ്രസ് ചെയ്യും. അത് എവിടെ പോയി നിൽക്കും, ആ കാർട്ടിൽ പോയി നിൽക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം കേട്ടോ. അപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട്, ഞാൻ തിരിച്ചു പോകേണ്ട വല്ല ആവശ്യമൊന്നുമില്ല, ആമസോൺ എനിക്ക് മില്യൺസ് ഓഫ് മെസ്സേജ് അയക്കും. നിങ്ങളെ കാർട്ടിൽ ഈ സാധനം ഉണ്ടല്ലോ, നിങ്ങളെ കാർട്ടിൽ ഈ സാധനം ഉണ്ടല്ലോ, ലൈല നീ മറന്നുപോയോ, കാർട്ടിൽ ഈ സാധനം ഉണ്ട് എന്ന് കുറെ പ്രാവശ്യം പറയും. അപ്പൊ ഞാൻ പോയി, ഈ സാധനം എന്നെ 100 പ്രാവശ്യം വിളിക്കുന്നോണ്ട് ഞാൻ വീണ്ടും പോയി നോക്കും, ഇത് ശരിക്കും എനിക്ക് വേണം ഇപ്പൊ, വേണോ. 2 ദിവസം കഴിയുമ്പോഴേക്കേ, 2 ദിവസം മുന്നേ വേണോന്ന് വിചാരിച്ച സാധനം എനിക്ക് വേണ്ടാന്നേ. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു ആവശ്യമില്ലാത്ത സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റിയ സംഭവമാണിത്. ഒന്നുമില്ല, ഒരു 2 ദിവസത്തേക്ക് ആ വേണ്ട സാധനങ്ങൾ കാർട്ടിലിട്ട് വെക്കുക, അനങ്ങാതിരിക്കുക. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് നോക്കുക. 2 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് തോന്നുകയാണ് നോ ഇറ്റ് ഇസ് നീഡഡ്, ആവശ്യമുണ്ട് ഇത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാം. കാരണം അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കും. ആവശ്യമില്ലാത്ത സാധനമാണെങ്കിൽ നിങ്ങളെ മനസ്സപ്പം പറയേ ഇതെന്തിനാ ഇപ്പോ, ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ എന്ത് സംഭവിക്കും, നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യും. അപ്പൊ ഇപ്പൊ എന്താ സംഭവം എന്നറിയോ, ബേസിക്കലി ഇപ്പൊ പാവ ആമസോൺ എനിക്ക് മെസ്സേജ് അയക്കാറില്ല. കാരണം അതിന് മനസ്സിലായി ഇവക്ക് വട്ടാണ്, ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാട്ടിൽ എന്തൊക്കെയോ കൊണ്ട് ഇടുന്നേ ഉള്ളൂ, 2 ദിവസം കഴിഞ്ഞാൽ വന്നിട്ട് അത് കളഞ്ഞോളൂ. അപ്പൊ എനിക്കിപ്പോ മെസ്സേജ് അയക്കാൻ എന്നെ അത്ര ഇഷ്ടമല്ല ഇപ്പൊ, അത് വിട്ടെന്നെ. പൊതു ഐ ഡൂ ദാറ്റ്. ഓക്കെ, ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല, ആക്ച്വലി ഐ ഡൂ ദാറ്റ്. കാരണം ഈ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇമോഷണൽ ബൈയിങ് എന്ന് പറഞ്ഞ സംഭവം വളരെ കൂടുതലാട്ടോ. ചില സമയത്ത് ഭയങ്കര ഇമോഷണലായിട്ട് നമുക്ക് ബൈ ചെയ്യും നമ്മള്. സ്പെഷ്യലി 10% ഡിസ്കൗണ്ട്, 20% ഡിസ്കൗണ്ട്, 50% ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ചാടി പോക്കുണ്ട്. എന്തിനാണ് നമ്മൾ ആ സാധനം വാങ്ങുന്നതെന്ന് പോലും അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ പറയും ഇത് വാങ്ങാം, ഇതെന്തിനാണ്, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, 50% ഡിസ്കൗണ്ടാ, വീട്ടിൽ പോയിട്ട് നോക്കാം ഇതെന്തിനാ ഉപയോഗിക്കേണ്ടത്. 50% ഡിസ്കൗണ്ടിലാണ് നമ്മളുടെ കാര്യം, ഇത് എന്തിനാന്ന് നമുക്ക് അറിഞ്ഞൂടാ. സോ ഈ ഫീമെയിൽസ് ആർ ലൈക്ക് ദാറ്റ്. നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ 10 ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിലും വേറൊരു ഹാൻഡ് ബാഗ് വിത്ത് 50% ഡിസ്കൗണ്ട്. വാവ്, ഏയ് ഈ ഹാൻഡ് ബാഗ് 50% ഡിസ്കൗണ്ടിൽ വേറെ കിട്ടില്ല കേട്ടോ, ഇതിപ്പോ തന്നെ വാങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യാനാണ്, വീട്ടിൽ കൊണ്ട് വെക്കാനാണ്. നമുക്ക് വേറെ കാര്യം അറിയോ, വേറെ സംഭവമുണ്ട്. ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കണമെങ്കിൽ ഒറ്റൊരു കാര്യം മതി. നമുക്ക് നമ്മളുടെ പടച്ചോൻ തരുന്ന ഓരോ സാധനത്തിനെ കുറിച്ചും നമ്മൾ ആൻസർ പറയണം പോലും അവിടെ പോയി കഴിഞ്ഞാല്. ആ വെയിലത്ത് നിന്നിട്ട് ദാഹിച്ച് വലയുമ്പോ പടച്ചോൻ നമ്മളോട് ഇങ്ങനെ ഓരോ സാധനത്തിനെയും കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്താ, നമ്മളുടെ കയ്യിലെ സാധനങ്ങൾ കുറക്കുന്നതാ.
അപ്പൊ പെട്ടെന്ന് ആ ചോദ്യങ്ങളൊക്കെ തീരുകയും ചെയ്യും. ആ ബ്ലെസ്സിങ്സിനൊക്കെ എല്ലാത്തിനെയും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും ഫീൽ ചെയ്യും. പഠിച്ചോനെ താങ്ക് യു സോ മച്ച് എനിക്ക് തന്നതിന്. കാരണം എനിക്ക് ആകെ 2 ബാഗേ ഉള്ളൂ, അല്ലെ, 2 ബാഗേ ഉള്ളൂ. അപ്പൊ ഇതിന് ഞാൻ താങ്ക് യു പറയാൻ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ 100 കണക്കിന് ബാഗ് കിടക്കുകയാണെങ്കിൽ അതിനെന്താ, ദിസ് ഇസ് അനദർ 1 ബാഗ്, അത്രേ ഉള്ളൂ അല്ലേ. ഇത് വേറൊരു ബാഗ്, ഇതെന്താ, അത് മറ്റൊരു ബാഗ്. നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിങ്ങിന് പോലും സമയം ഉണ്ടാവില്ല. നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ മിനിമൽ ആവുമ്പോഴാണ് നമ്മൾ അതിനെ വാല്യൂ കളിപ്പിക്കുന്നത്. ഇപ്പോ എൻ്റെ മക്കൾക്ക് തന്നെ, നമ്മൾ ഓരോ മക്കളെയും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ മക്കൾക്ക് തന്നെ നമ്മൾ 2 പെൻസിലാ കൊടുക്കുന്നെങ്കിൽ ആ 2 പെൻസിലിനെ അവർ നന്നായിട്ട് സൂക്ഷിക്കും. എൻ്റെ കയ്യിൽ 2 പെൻസിലേ ഉള്ളൂ, ഇനി ഒരു പെൻസിൽ കിട്ടണമെങ്കിൽ അടുത്ത മാസം ആവണമെന്ന് വിചാരിച്ചതിന് ഈ മാസം ഫുള്ള് ഇതിനെ അവർ സൂക്ഷിച്ചു വെക്കും. പക്ഷേ ഇതെന്താ, കല്ലിവല്ലേ, നാളെ വേറെ, മറ്റന്നാൾ വേറെ, അതിൻ്റെ അപ്പുറം വേറെ, മീൻസ് അബണ്ടൻസ് ആണ് നമുക്ക്. അപ്പൊ നമുക്കും അതിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് പോകും. ഏറ്റവും ഹൈയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, ഇതിനൊക്കെ നമ്മൾ ഉത്തരം കൊടുക്കാനുണ്ടെന്ന്. നിനക്ക് ഞാൻ 100 ബാഗ് തന്നു, അതിനെ കൊണ്ട് നീ എന്താ ചെയ്തത്? 100 ബാഗ് തന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നും ഹാങ് ചെയ്ത് വെച്ചു, എന്നിട്ട് എല്ലാ ദിവസവും ഓരോ ഡ്രസ്സിനനുസരിച്ച് ഞാൻ ഇട്ടു. അതായിരിക്കും നമ്മുടെ ആൻസർ പോവാ. പക്ഷെ അങ്ങനെയല്ല. പടച്ചോൻ നമുക്ക് ബർക്കത്ത് തന്നിട്ടുണ്ട്, നമുക്ക് 100 ബാഗുകൾ തന്നിട്ടുണ്ടെങ്കിൽ പടച്ചോൻ ഉദ്ദേശിക്കുന്നത് ഇല്ലാത്ത ആർക്കെങ്കിലും നീ കൊടുത്തിട്ടുണ്ടോ? ആ ബ്ലെസ്സിങ്ങിനെ നീ എങ്ങനെയാ കണ്ടത്? നമ്മളതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. സോ അത് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പൊ എത്ര പൈസ ഉള്ളവനും ദരിദ്രവാസിയായിട്ട് ജീവിക്കണമെന്നാണോ ഈ പറഞ്ഞു വരുന്നത്? നോ, അങ്ങനെയില്ല കേട്ടോ. പൈസ ഉള്ളവൻ ഉള്ളതുപോലെ ജീവിക്കണമെന്ന് തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് വാട്ട് ആർ യു ഡൂയിങ്? ആ ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്യണം. എന്തിനാണെന്നറിയോ, നമ്മളെ വീട്ടിൽ ഒരുപാട് ക്ലട്ടർ ഒഴിവാക്കാനുള്ള കാര്യങ്ങളായി പറയുന്നത് കേട്ടോ. ഡോണ്ട് തിങ്ക് നമ്മൾ കുറേ ഷോപ്പ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സമാധാനം, കുറേ തിന്നുന്നതാണ് എനിക്ക് മനസ്സമാധാനം, കുറേ സംസാരിക്കുന്നതാണ് എനിക്ക്. നോ, എല്ലാം മിനിമലൈസ് ആയിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് സമാധാനം കിട്ടൂ. കാരണം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, മറ്റേ കാർട്ടിലിട്ടിട്ട് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കുമ്പോൾ ഞാനത് റിമൂവ് ചെയ്യാറുണ്ടെന്ന്. ശരിക്കുണ്ടല്ലോ, നമ്മളെ ഡോപ്പമിൻ, നമ്മൾ എന്തിനായി ഷോപ്പിങ്ങിന് ചെയ്യുന്നത്? സന്തോഷം കിട്ടുന്നുണ്ടല്ലേ. ഹൈഷ് ഹൈഷ്, ചേട്ടാ, കഴിഞ്ഞ മാസം 3000 രൂപക്ക് ഉണ്ടായ സാധനം ഞാൻ 1000 രൂപക്ക് വാങ്ങി. അങ്ങനെ ഒരു ഡോപ്പമിനാണ്. ആഹാ, മറ്റവള് 3000 രൂപക്ക് വാങ്ങിയത് ഞാൻ 1000 രൂപക്ക് വാങ്ങി എന്നുള്ളൊരു ഡോപ്പമിൻ. പക്ഷെ സത്യം പറയട്ടെ, ആ സംഭവം വാങ്ങി പൈസ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോപ്പമിൻ പോയി. ആ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ സന്തോഷമുള്ളൂ, അത് കഴിഞ്ഞാൽ അത് തീർന്നു. പക്ഷെ ഞാൻ പറയണ്ടേ, 2 ദിവസം കഴിഞ്ഞിട്ട് ഈ കാർട്ടിൽ പോയിട്ട് ഇതിന്റെ ആവശ്യം എനിക്കിപ്പോ എന്താ, ഡിലീറ്റ്. അത് പ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡോപ്പമിൻ കേട്ടോ. ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ശോ, ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ മാത്രം ആയല്ലേ എന്നുള്ളൊരു ഫീലിംഗും കൂടിയും കിട്ടും. അപ്പോഴാണ് ഭയങ്കര ഡോപ്പിങ്ങിന് എഫക്റ്റ്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വേണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇന്ന് കൊണ്ടുപോയിട്ട് കാർട്ടിലിടുക, 2 ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് നോക്കുക, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് മക്കളെ വലിയ സന്തോഷം. കാരണം എന്താ, നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഇത് എനിക്കിപ്പോൾ വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് വരുമ്പോൾ തന്നെ നമുക്കത് ഡോപ്പമിൻ വളരെ സൂപ്പറായിരിക്കും. ദാറ്റ് ഈസ് മോർ ബിഗ്. ആക്ച്വലി നമ്മൾ പറയുന്നില്ലേ, ഷെയ്ത്താൻ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഷെയ്ത്താൻ ആക്ച്വലി നമുക്കൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഇതൊക്കെ. ഇത് വാങ്ങിയാലാണ് കേട്ടോ, അവളുടെ മുന്നിൽ നീ ഇതിങ്ങനെ ഇട്ട് ആട്ടി ആട്ടി നടക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കുറേ സാധനം വാങ്ങി വെക്കുന്നത്. സോ അതൊക്കെ ഷെയ്ത്താൻ നമുക്ക് തരുന്ന കുറേ ഇല്യൂഷൻ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ പീസ് ഈസ് നോട്ട് ഇൻ ദാറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്നിറ്റി ഈസ് നോട്ട് ഇൻ ദാറ്റ്. ഓക്കെ, ഇത് മനസ്സിലാക്കുക. അത് വേണ്ടാത്ത സാധനങ്ങൾ ഒരിക്കലും വാങ്ങരുത്. കാരണം വേണ്ടാത്ത സാധനങ്ങൾ ഒരുപാട് വാങ്ങി വെച്ചാൽ റമദാൻ എത്തുമ്പോൾ നനച്ചു പൊടി എന്ന് പറയുന്ന സംഭവം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓരോന്നിനെടുത്ത് പൊടി തട്ടണ്ടേ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അടുത്ത വർഷം ആകുമ്പോഴേക്കും, ഈ വർഷം ഞാനിപ്പോൾ ആക്ച്വലി ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ മാക്സിമം എനിക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ ഞാനിപ്പോൾ വാങ്ങാറുള്ളൂ. കാരണം ബാക്കിയെല്ലാം ഞാനൊരു പെട്ടിയിലാക്കി വെക്കും, വേണ്ടവർക്ക് കൊടുക്കുക.
ഇപ്പൊ എന്തായി ഡീക്ലട്ടറിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ എടുത്ത് കൊണ്ടുപോയി കളയുക എന്നല്ല, നമ്മളുടെ സാധനങ്ങൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഇതിൽ ഏത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റും, കൊടുക്കാൻ പറ്റാത്ത സാധനം കൊടുക്കരുത് കേട്ടോ. എല്ലാം കൂടിയും കച്ചറ വാരി ഇടുന്ന അതിൽ ഇട്ടിട്ട് കൊടുക്കരുത്. കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നന്നായിട്ട് പാക്ക് ചെയ്ത്, കൊടുക്കാൻ പറ്റാത്തത് വേറെ എന്തെങ്കിലും ചെയ്ത്, തീരെ പറ്റാത്തത് വേറെ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാം. ദാറ്റ് ഇസ് വൺ തിങ്. നമ്മളെ വീട്ടിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോയാൽ മാത്രമേ പുതിയ ആവശ്യമുള്ള സാധനങ്ങൾ വരുള്ളൂ. സിമ്പിളായി ചിന്തിച്ചാൽ മതി. എനിക്കിപ്പോ അമൃത മാമിന് ഒരു സോഫ കൊണ്ടു കൊടുക്കണം വീട്ടില്. അമൃത മാമാന്ന് മൊത്തം ഇഷ്ടംപോലെ സോഫ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുക, റൂം മൊത്തം വേണ്ടാത്തതും വേണ്ടതുമായ കുറേ സോഫ. ഞാൻ ഈ തലമ സോഫയും കൊണ്ടുപോയി ഇത് എവിടെ വെക്കാനാണ്, അവിടെ സ്ഥലമില്ല. അതുകൊണ്ട് പഠിച്ചോ നമുക്ക് എന്തൊക്കെയോ തരാൻ വേണ്ടി വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ വീട്ടിൽ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം ഇല്ലാത്തത് കൊണ്ടും നമ്മളടുത്തുനിന്ന് ആ ബ്ലെസ്സിങ് പോകും. സോ വേണ്ടാത്ത സാധനങ്ങളൊന്നും വീട്ടിൽ വെക്കരുത്. ഓൾവേസ് ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ പൊതുവെ സ്ത്രീകൾക്കുള്ളൊരു പ്രശ്നമാണ് അൾമറ നിറച്ചും ഡ്രസ്സും ഒക്കെ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലേ, എങ്ങനെ വാക്കിംഗ് വാർഡ്രോബ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? വാക്കിംഗ് വാർഡ്രോബ് കണ്ടിട്ടുണ്ടോ? ഒരു സൈഡ് മൊത്തം ഡ്രസ്സ്, മറ്റേ സൈഡ് മൊത്തം ഷൂസ്, ഇപ്പുറത്തെ സൈഡ് മൊത്തം ബാഗ്സ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു വാർഡ്രോബ് സിസ്റ്റം. ഇതാരാ കൊണ്ടുവരുന്നത്? ശൈത്താനാണ്. നമ്മൾ എന്ത് ചെയ്യും? ആ ട്രെൻഡിന്റെ ബാക്കിൽ പോകും. ഇതൊക്കെയാണ് ട്രെൻഡ്. നമ്മളെ ഹസ്ബൻഡ്സിനൊക്കെ പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് എന്തറിയാം, ഒരു മുറി മുഴുവൻ ഇത് വെക്കണമെന്ന ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണത്. ഇങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ. ഇങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമ്മൾ സക്സസ്ഫുൾ ആവും. ഇതാണ് സക്സസ്. അല്ല കേട്ടോ, ഒരിക്കലും ചിന്തിക്കരുത്. കാരണം നബിയുടെ സമയത്തുണ്ടല്ലോ, സഹാബാസൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കഫം പൊതിയാനുള്ള തുണി പോലും തികയാറില്ല എന്നാ പറഞ്ഞത്. ആ തുണി തികയൽ പോലും ഇല്ല. അത്രയും ബുദ്ധിമുട്ടിയിട്ട്, അത്രയും അവരൊക്കെ അങ്ങനെയാണ്, മിനിമലായിട്ടാണ് ജീവിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയാണോ പഠിച്ചോൻ തന്നതെന്ന് വെച്ചാൽ അതിനൊക്കെ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം, നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. എന്നിട്ട് ഈ നനച്ചുകൂളി എന്ന് പറഞ്ഞ സംഭവം, ഡീക്ലട്ടറിങ് എന്ന് പറയുന്നത് വെറും നമ്മൾ ഉള്ള സാധനം തന്നെ എടുത്ത് തുടച്ച് മിനുക്കി വീണ്ടും അവിടെ തന്നെ വെക്കുന്നതിന് പകരം അത് ശരിക്കും എനിക്ക് ഇനി ആവശ്യമുണ്ടോ, ആവശ്യമില്ലാത്തതാണെങ്കിൽ, എനിക്ക് ആവശ്യമില്ലാത്തതാണെങ്കിലും വേറൊരാൾക്ക് ചിലപ്പോൾ ആവശ്യമുള്ളതായിരിക്കാം, അപ്പോൾ അത് ആർക്ക് കൊടുക്കാം, അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ട് അത് ചെയ്യാൻ നോക്കുക. അവിടെയാണ് നിങ്ങൾക്ക് ഇന്നർ പീസ് കിട്ടുക കേട്ടോ. ഓക്കെ. അനദർ തിങ് ഈസ്, നമ്മൾ ഈ നോമ്പൊക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു സ്ലൈറ്റ് ഒരു ഇമ്പാക്റ്റ് നമുക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളെ സ്വന്തം വീട്ടിലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അൾമറ അവിടെ ഉണ്ട്, ഒരു കട്ടിൽ ഇവിടെ ഉണ്ട്, ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ആ അൾമറ പിടിച്ച് ഇപ്പുറത്തിടുക, ഈ ബെഡിനെ പിടിച്ച് അപ്പുറത്തിടുക, ഈ ഡ്രസ്സിംഗ് ടേബിൾ അങ്ങോട്ട് മാറ്റുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും, വാവ് എൻ്റെ വീടൊക്കെ മാറിയിട്ടുണ്ട്. സിമ്പിൾ. വെറുതെ ആ ഉള്ള സാധനങ്ങൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുക, സോ ദാറ്റ് യു ഫീൽ എ ഡിഫറൻസ്. അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും കേട്ടോ. ഈവൻ ദോ യു ആർ സ്റ്റേയിങ് ഇൻ ദ സെയിം റൂം, സ്റ്റിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഇമ്പാക്റ്റ്. ഓക്കെ. അപ്പൊ ഇതാണ് ഡീക്ലട്ടറിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ള ആദ്യത്തെ കാര്യം. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. പടച്ചോൻ എന്തിനായിരിക്കും നമ്മളോട് വെള്ളം മാത്രമല്ല ഭക്ഷണവും നീ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക നോമ്പിന്? അല്ലെ, നമ്മളോട് വെള്ളം മാത്രം ഒഴിവാക്കാനും പറയാലോ. നിങ്ങൾ നോമ്പിന് രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ല. പക്ഷെ ഭക്ഷണം ഒഴിവാക്കണം, കംപ്ലീറ്റ് വാട്ട് എവർ യു ആർ ഈറ്റിംഗ് എവറിത്തിങ് ഒഴിവാക്കണം എന്ന് പറയണമെങ്കിൽ എന്തായാലും കാരണം? ഇത് വില മനസ്സിലാക്കി പേർപ്പസ് തന്നെ അതാണല്ലോ. അതായത് ഒരു വാല്യൂ. വിശപ്പ് എന്ന് വിശപ്പ് അറിയാന്നുള്ളത്, വിശപ്പിന്റെ ആ ഒരു കാഠിന്യം അറിയാന്നുള്ളത് അതൊരു പേർപ്പസ് ആണല്ലോ. ഉം. അല്ലെ, ഭക്ഷണം ഒഴിവാക്കിയാലേ പറ്റുള്ളൂ. സംഭവം എന്ന് വെച്ചാല് വൺ പേർപ്പസ്. നമ്മളെ പിന്നെ മനുഷ്യന്മാർക്ക് നമ്മള് ഏറ്റവും വലിയ ഫൗണ്ടേഷൻ ആണ് ഫുഡ്, അല്ലേ? നമ്മളുടെ ഫൗണ്ടേഷൻ ആണ് ഫുഡ്, അല്ലേ? ഉം. അത് പടച്ചോ ഫൗണ്ടേഷൻ ആയിട്ട് വെച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്?
ഈ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുള്ളൂ അല്ലെ? ഫുഡ് ഇല്ലാണ്ടായാൽ നമ്മൾ ജീവിച്ചിരിക്കൂല. അപ്പൊ നമുക്ക് പടച്ചോനെ ഫൗണ്ടേഷൻ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് ഫുഡാണ്. നമ്മൾ എവിടെ ഫുഡ് കണ്ടാലും അയ്യോ ഫുഡേന്ന് പറഞ്ഞ് നമ്മൾ ഓടും, ഫുഡ് ഇല്ലാത്തത് അല്ലേ? നമ്മൾ വേറെ ഒന്നിനും ചിലപ്പോൾ നമ്മൾ ഓടൂല. ജസ്റ്റ് ഇപ്പൊ ഗോൾഡ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ, മേ ബി വിൽ സേ ഓ ദർ ആർ ലോട്ട്സ് ഓഫ് ഗോൾഡ് റൈറ്റ്. യാ, നമുക്ക് വിശക്കുന്നുണ്ട്, നല്ല വിശപ്പാണ്, പക്ഷെ ഗോൾഡ് ഒക്കെ കിടക്കുന്നുണ്ട് നമുക്ക്. അന്നേരം എവിടുന്നോ ഒരു കഞ്ഞി വരുന്നു. കഞ്ഞി ആയിരിക്കും ഗോൾഡിനേക്കാളും വാല്യുബിൾ അല്ലേ? കഞ്ഞി നമുക്ക് ഗോൾഡിനേക്കാളും വാല്യുബിൾ ആവും. എന്തുകൊണ്ടാണ്? പഠിച്ചോ, ഫുഡിനെയാണ് നമ്മളുടെ ഫൗണ്ടേഷൻ ആയിട്ട് വെച്ചിട്ടുള്ളത്. അത് എന്തിനാ വെച്ചത്? കാരണം അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കൂലെന്നേ, നമ്മൾ പോയിട്ട് ഗോൾഡിന്റെ ബാക്കിൽ ഓടും. കാരണം ഫുഡ് എനിക്ക് ഫൗണ്ടേഷൻ അല്ലല്ലോ. അയ്യോ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഓടും അങ്ങോട്ട്. പക്ഷെ അതിന് പകരം ഫുഡിനെ നമ്മൾ ഫൗണ്ടേഷൻ ആക്കി വെച്ചത് കൊണ്ടാണ് പടച്ചോൻ അതിനെ തന്നെ നമ്മളെ അടുത്ത് ഡിപ്രൈവ് ചെയ്തത്. അപ്പൊ ഈ 30 ദിവസം നമ്മൾ ഈ നോമ്പെടുക്കുമ്പോൾ ഫുഡ് വെള്ളം എല്ലാം ഒഴിവാക്കി കൺട്രോൾ ചെയ്ത് നമ്മളുടെ കണ്ണിന്റെ മുന്നിലല്ലേ, നമ്മളെ വീട്ടിലെന്താ ഫുഡ് ഇല്ലാണ്ടാവുന്നുണ്ടോ രാത്രി, രാവിലെ തൊട്ട് രാത്രി വരെ? ഇല്ല. നമ്മളുടെ മുമ്പിൽ എല്ലാത്തരം ഫുഡും കിടന്നാലും നമുക്കൊന്നും തോന്നുന്നില്ല. നമ്മളിത് എങ്ങനെ നിൽക്കുന്നു? ഫുഡ്, ഓ ചോക്ലേറ്റ്, ഓ കേക്ക്, ഓ ബിരിയാണി, കിടന്നോട്ടെ, എനിക്കൊന്നുമില്ല, എനിക്കൊരു ഫീലിംഗ് ഇല്ല. അപ്പൊ ഇതിൽ നിന്ന് എന്താ പഠിച്ച ശരിക്കും നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നറിയോ? നമ്മളെ ഏറ്റവും ഫൗണ്ടേഷനായ നമ്മളുടെ ഫുഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതും 1 മാസം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നമുക്ക് പഠിച്ച കാണിച്ചു തരികയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദുനിയാവുള്ള ഏതൊരു ഡിസയറിനെയും നിങ്ങൾക്ക് കോൺകർ ചെയ്യാൻ പറ്റും. ഏതൊരു ഡിസയറിനെയും നിങ്ങൾക്ക് കോൺകർ ചെയ്യാൻ പറ്റും. നമ്മൾ പറയൂലേ, നമ്മൾ കുറെ പേര് പറയില്ലേ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല, അവൻ അവൻ ഡ്രഗ് അടിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അടിച്ചു പോയി, പിന്നെ എനിക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഞാൻ അതിൽ തന്നെ പോയി. ഫുഡ് എന്ന് പറയുന്ന സംഭവം നമ്മളുടെ ഫൗണ്ടേഷൻ, അതിൽ നമുക്ക് കൺട്രോൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പടച്ചോൻ കാണിച്ചു തന്നതാ അത്. യു ആർ കേപ്പബിൾ ഓഫ് കൺട്രോളിങ് എനിത്തിങ് ആൻഡ് യു ക്യാൻ കോൺകർ എനി ഡിസയർ. നിങ്ങളുടെ ഏത് ഡിസയറിനെയും നിങ്ങൾക്ക് കോൺകർ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പിൽ നമുക്ക് ഫുഡും വെള്ളവും രണ്ടും ഒഴിവാക്കിയത്. അല്ലെങ്കിൽ പടച്ചോന് പറയാം ഫുഡ് കഴിക്കരുത് കേട്ടോ, വെള്ളം കുടിച്ചോ, ഫുഡൊന്നും കഴിക്കല്ലേ, വെള്ളം കുടിച്ചോ എന്ന് പറയും. ഇത് രണ്ടും ഒഴിവാക്കിയത് ഏറ്റവും ഫൗണ്ടേഷനിൽ കിടക്കുന്ന 2 സംഭവങ്ങളാണ്. സോ ദിസ് മീൻസ് യു ക്യാൻ ഡിപ്രൈവ് ഓഫ് എനിത്തിങ്. എന്തിനു വേണമെങ്കിൽ നമുക്ക് കോൺകർ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇത് എന്തിനാ ചെയ്തത്? നമ്മളുടെ വാർ അല്ലേ, നമ്മൾ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ അവർക്കൊക്കെ ഈ സ്ട്രെങ്ത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അവരൊക്കെ ഈ ഫാസ്റ്റിംഗ് ത്രൂ ആണ് സ്ട്രെങ്ത് കിട്ടുന്നത്. ഇപ്പോ കല്യാണം കഴിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാർ കല്യാണം കഴിക്കാൻ പെണ്ണെ കിട്ടുന്നില്ല എവിടുന്നും. അപ്പൊ അവിടെയും പറഞ്ഞു കൊടുക്കുന്ന നമ്മളെ സ്കോളേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന സംഭവം നീ നോമ്പ് നോക്കുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുക എന്താണെന്നറിയോ, നോമ്പ് നോക്കുക എന്ന് പറയുന്നത് മേ ബി ഫോർ ഫാസ്റ്റിങ്ങിന്റെ കുറെ അല്ലെ, നമുക്ക് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്, കുറെ റിവാർഡ്സ് ഉണ്ട്, അതായിരിക്കും. പക്ഷെ അവിടെയും സ്കോളേഴ്സ് എന്താ പറയുന്നതെന്നറിയോ, കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് പെണ്ണെ കിട്ടാണ്ട് നിൽക്കുമ്പോ നാച്ചുറലി ആസ് എ മെയിൽ യു വിൽ ഹാവ് സോ മെനി ഡിസയേഴ്സ്. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ തെറ്റായ മാർഗത്തിലേക്ക് പോവാം, എവിടെങ്കിലൊക്കെ പോവാം. പക്ഷെ അവിടെയും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഫാസ്റ്റിംഗ്, നമ്മളെ മൈൻഡിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഫാസ്റ്റിംഗ്. പക്ഷെ വേറൊരു സംഭവം ഉണ്ട് ഇവിടെ. ഞാൻ ദുബായിൽ ഉണ്ടായപ്പോ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്. റമദാനില് പടച്ചോൻ ശൈത്താനെ ചങ്ങലക്കിടുന്നുണ്ട് അല്ലെ? ശൈത്താനെ ചങ്ങലക്ക് ഇട്ടു. ആൻഡ് ശൈത്താൻ കനോട്ട് കൺട്രോൾ അസ്. ശൈത്താനിന്റെ പവർ ആ ഒരു മാസം പടച്ചോൻ ക്യാൻസൽ ഔട്ട് ചെയ്യണം. എന്നിട്ടും why are people drinking? Why are people into drugs? Why are people eating പാൻ? ഈ ദുബായിലൊക്കെ ഉള്ള പാനൊക്കെ കഴിച്ചിട്ട് ഹാപ്പു എന്നൊക്കെ പറഞ്ഞ അവിടെ ഇവിടെയും തുപ്പിക്കളിക്കുന്ന കുറെ ബംഗാളികളും ബംഗ്ലാദേശികളും ഒക്കെ ഉണ്ട്. So I was like thinking, ഇതെന്താ ഇത് റമദാനിൽ എന്താ ഇവരിങ്ങനെ? റമദാനിൽ ഷെയ്ത്താൻ ഇല്ലല്ലോ, ഷെയ്ത്താനെ കെട്ടിയിട്ടില്ലേ, ഇയാളെന്താ ഇങ്ങനെ? എന്തായിരിക്കും? റമദാനില് ഷെയ്ത്താനെ പടച്ചോൻ ചങ്ങലക്ക് ഇട്ടിട്ടും എന്തുകൊണ്ടാണ് there are some people like this? Why? Why?
അവിടെയും പടച്ചോൻ എന്താ തെളിയിക്കാൻ ശ്രമിക്കുന്നതെന്നറിയോ? നിങ്ങളൊരു ശീലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ബേസിക്കലി നീ ശൈത്താനെ കൂടെ കൂട്ടി ഇങ്ങനെ ഒന്നിച്ച് ജോയിന്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശൈത്താനും ആ ഹാബിറ്റ് നിങ്ങളുടെ അടുത്തുനിന്ന് പോവില്ല. അപ്പോൾ ആ ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും റമദാന് മുന്നേ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ മുനീറ നമുക്ക് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, എനിക്ക് കാണുന്നില്ല, പോയി. മുനീറ മാം, യു ക്യാൻ ഓപ്പൺ. ഓക്കെ, നമുക്ക് ചാറ്റിൽ പറയണമെന്നില്ല, മൈക്കൊക്കെ ഓപ്പൺ ചെയ്ത് സംസാരിച്ചോ, ഇത് നമ്മളെ സ്വന്തം സ്ഥലമല്ലേ. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും തീരുമാനിക്കണം ബിഫോർ റമദാൻ. മേഡം, ആ പറയൂ. ശൈത്താനെ നമ്മൾ സ്വയം നിയന്ത്രിച്ചെടുക്കുന്നതല്ലേ? യെസ്. ഞാനും അങ്ങനെ തന്നെ ആദ്യം വിചാരിച്ചിരുന്നു. ഈ ശൈത്താനെ ബന്ധനസ്ഥനാക്കി കഴിഞ്ഞാൽ പിന്നെ ആ എന്തായിരിക്കും എന്ന്. അപ്പൊ മേഡം പറഞ്ഞ പോലെ തന്നെ ചിലർ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, ആ ചിലർ വെള്ളം കുടിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ, നമ്മുടെ ആത്മാവിനെ തന്നെ നമ്മൾ സ്വയം നിയന്ത്രിക്കുന്നതല്ലേ അത്? യെസ്, അവിടെയാണ് അത് വന്നത്. അപ്പൊ എന്നോട് എന്റെ ഹസ്ബൻഡ് അന്ന് വന്ന് പറഞ്ഞത് എന്താ അറിയോ? പണ്ട് ചോദിച്ചതാട്ടോ. അപ്പൊ അവനൊക്കെ ശൈത്താനെ കല്യാണം കഴിച്ചത്, അപ്പൊ കൂടെ തന്നെ നടക്കുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു, കല്യാണം കഴിക്കും ആണാ, അങ്ങനെയാണ്, ഓ ഐ സി. എന്നിട്ട് ഞാൻ അയാളിങ്ങനെ നോക്കും, അയാളെ കൂടെ ശൈത്താന് പോകുന്നുണ്ടോ. അപ്പൊ ബേസിക്കലി നമ്മളൊരു ഹാബിറ്റ് ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഈസി ടു ബ്രേക്ക് ഇറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് സ്മോക്ക് ചെയ്യുന്ന ഒരാള്, ഓക്കെ, സ്മോക്കിങ് സ്റ്റാർട്ട് ചെയ്തു, ഇതെങ്ങനെയാ പിന്നെ ഇയാൾ ബ്രേക്ക് ചെയ്തു? ഇനി ഞാൻ സ്മോക്ക് ചെയ്യില്ല കേട്ടോ, സ്മോക്ക് ചെയ്യില്ല കേട്ടോ എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്നു. കുറച്ച് നാൾക്ക് ശേഷം ഉണ്ടാവും, ഞാൻ ഇനി സ്മോക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ വീണ്ടും സ്മോക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മൾ രണ്ടാമത് ചോദിക്കും, ഇതെന്താ നീ അല്ല അന്ന് നിർത്തിയത്, എന്താ ഇത്? ഞാൻ സ്മോക്ക് ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചതാണ്, അപ്പൊ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് എനിക്ക് വേണാന്ന് ചോദിച്ചപ്പോ എനിക്ക് ജസ്റ്റ് ഒന്നും കൂടി വലിച്ചപ്പോ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഹാപ്പി. ഞാനും പറയാറുണ്ട് കേട്ടോ ആ ഒരു ഇത്. എനിക്ക് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റ് എന്നെ കണ്ടാൽ അറിയാലോ അല്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്തു, എന്നെ കൺട്രോൾ ചെയ്യാൻ യാതൊരു വഴിയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ ചോക്ലേറ്റ്സ് വാങ്ങൽ നിർത്തി. വീട്ടിലുണ്ടെങ്കിലല്ലേ തിന്നു, എവിടെയും പോകരുത്, വീട്ടിൽ നിന്ന് പുറത്തു ഇറങ്ങരുത്, വീട്ടിൽ നിന്ന് വാങ്ങലും നിർത്തി. അപ്പൊ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാവരും ഗസ്റ്റൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരും, ചോക്ലേറ്റും ഐസ്ക്രീമും ആയിട്ട്. അങ്ങനെ എന്നെ നന്നാവാൻ ആരും സമ്മതിച്ചില്ല. അപ്പൊ ഇന്നും ഐ ലവ് ചോക്ലേറ്റ്സ്. ഓക്കെ, ഐ ലവ് ചോക്ലേറ്റ്സ്, ഐ ലവ് ഐസ്ക്രീം. കാരണം എന്നെ നന്നാവാൻ ആരും വിടില്ലല്ലോ, അപ്പൊ ഞാനും എന്നെ നന്നാവാൻ വിട്ടിട്ടില്ല. അപ്പൊ ഇറ്റ്സ് ആൻ എക്സ്ക്യൂസ് ദാറ്റ് ഐ എം ടെല്ലിങ്. ആണോ അല്ലയോ? എന്റെ കൺട്രോൾ എന്റെ കയ്യിലല്ലേ വേണ്ടേ? എന്റെ കൺട്രോൾ എന്റെ കയ്യിലല്ലേ വേണ്ടേ? ബട്ട് വാട്ട് ഐ എം ടെല്ലിങ്, ഗസ്റ്റ് കൊണ്ടുവന്നു, പിന്നെ അതെങ്ങനെ കളയാ? അപ്പൊ പിന്നെ ഞാനിങ്ങനെ തൊട്ട് നക്കി, പിന്നെ ഞാൻ വീണ്ടും അത് കഴിക്കാൻ തുടങ്ങി. ഓ, റമദാനിലെ ഇതേ സാധനം എന്റെ കണ്ണിന്റെ മുന്നിലൂടെ ഇങ്ങനെ ഒഴുകി നടന്നാലും എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതേ സംഭവം, ഇതേ അഡിക്ഷൻ ഉള്ള ഞാൻ തന്നെ ആണെന്ന് വിചാരിക്കുക, എന്നാലും ഇങ്ങനെ ചുറ്റി നടന്നാലും എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പടച്ചോൻ എന്താ എന്നോട് പറയാൻ ശ്രമിക്കുന്നത്? നീ വിചാരിച്ചാൽ നിന്നെ മാറ്റിയെടുക്കാൻ പറ്റും. യു ക്യാൻ കോൺകർ ഓൾ യുവർ ഡിസയേഴ്സ്. പക്ഷെ അതിന് എന്ത് ചെയ്യണം? ഇന്റൻഷൻ വേണം. റമദാനിൽ കയറുന്നതിന് മുന്നേ ഇത്രയും ഇന്റൻഷൻസ് ഒക്കെ വേണം, എന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. റമദാൻ അതിന്റെ വഴിക്ക് പോകും. എന്നിട്ട് നമ്മളെ പോലത്തെ ആൾക്കാർ പറയും, "ഹാ, റമദാൻ വന്നു പോയി, എത്ര പെട്ടെന്നാ റമദാനൊക്കെ അങ്ങ് പോയത്." നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ നനച്ചുകൂടി ഡീക്ലട്ടറിങ് ഒക്കെ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ നമ്മളെ തന്നെ കുറെ ഡീക്ലട്ടർ ചെയ്യാനുണ്ട് അല്ലേ? നമ്മളെ ഉള്ളിലത്തെ എങ്ങനെയാ നമ്മൾ നമ്മളെ ഡീക്ലട്ടർ ചെയ്യാം? നമ്മളിപ്പോൾ വീട് ഡീക്ലട്ടർ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ഒക്കെ പറഞ്ഞു. ഓക്കെ, നമ്മൾ വീടൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് എങ്ങനെ നമ്മളെ ഡീക്ലട്ടർ ചെയ്യാം? നമ്മളെ സ്വന്തത്തിന് ഇന്റേണൽ ആണ് എങ്ങനെയാ ഡീക്ലട്ടർ ചെയ്യുക? നമുക്ക് ഫോർഗീവ്നെസ്. എങ്ങനെയാ ഡീക്ലട്ടർ ചെയ്യാം? ഫോർഗീവ്നെസ്. നമ്മൾ ഡെയിലി ഫോർഗീവ്നെസ് ചോദിക്കുക കേട്ടോ. ആരോട്? പടച്ചോനോട് ചോദിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ പടച്ചോനോട്, നമ്മളെ ക്രിയേറ്ററോട് ഫോർഗീവ്നെസ്സിനെ ചോദിക്കണം. ഇസ്തിഗ്ഫാർ എന്ന് പറയും.
അസ്തഗ്ഫിറുള്ള. ഞാൻ പൊതുവെ അസ്തഗ്ഫിറുള്ള പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇതേ ഇങ്ങനെ ക്വാണ്ടിറ്റി ആണേ. അസ്തഗ്ഫിറുള്ള, അസ്തഗ്ഫിറുള്ള. എന്നിട്ട് ഞാൻ പറയും വിത്തിൻ ദ നെക്സ്റ്റ് 10 minutes ഞാൻ 10,000 അസ്തഗ്ഫിറുള്ള ചെയ്തു. ഭയങ്കര സംഭവമാണ്. ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കളിക്കുന്നത്. എല്ലാം 10,000 പ്രാവശ്യം ഞാൻ അസ്തഗ്ഫിറുള്ള ചെയ്യില്ലേ. നോ, ടേക്ക് ദ ഇന്റൻഷൻ ഇൻസൈഡ്. ഒരു 10 എണ്ണം നല്ല രീതിയിൽ ഉള്ളിൽ കൊണ്ടിട്ട് ഫോർഗീവ്നെസ് കൊടുക്കുക. ഫോർഗീവ്നെസ് തേട് പഠിച്ചവൻ്റെ അടുത്തുനിന്ന്. പഠിച്ചോനെ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ബട്ട് ഐ എം സീക്കിംഗ് ഫോർഗീവ്നെസ് ഫ്രം യു. എന്താ സംഭവം എന്നറിയോ? നമ്മൾ പല കുറ്റങ്ങളും പല തെറ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പറയും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ ഇപ്പൊ ഞാനായാലും ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ചില ഞാൻ പറയുന്ന ചില വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഹേർട്ട് ആവാം. ഞാൻ വിചാരിക്കുന്നത് ഞാൻ സംസാരിച്ചു എന്ന് മാത്രമായിരിക്കും, പക്ഷെ അത് മറ്റേ ആൾക്ക് ചിലപ്പോൾ ഹേർട്ട് ആയിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ അവളൊന്ന് അങ്ങനെ പറഞ്ഞേ, അവൾ എന്നെയല്ലേ ഉദ്ദേശിച്ചേ എന്നൊക്കെയുള്ള ഫീലിംഗ് മറ്റേ ആൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. അത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ മറ്റേ ആളുടെ ഉള്ളില് ലൈല എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ, ലൈല എന്നാൽ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ അതെനിക്കൊരു സിന്നാണ്. അപ്പൊ ഞാൻ എന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചവനോട് പൊറുക്കില്ല. പഠിച്ചവനെ, ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, എനിക്ക് പുറത്തു തരണേ എന്ന് പറയണം. കാരണം എന്താണെന്നറിയോ? നമ്മളിപ്പോ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കിയില്ലേ, നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഹാർട്ടില് ഓരോ കറുത്ത കുത്ത് വരുന്നുണ്ട് എന്നാ പറയുന്നത്. ഓരോ സിന്നിനും ഓരോ കറുത്ത കുത്ത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഏകദേശം നമ്മളെ ഹാർട്ടൊക്കെ കറുത്തൊരു ഹാർട്ടായി മാറിയിട്ടുണ്ടാവും ബൈ ദിസ് ഏജ്. ഓക്കെ. അപ്പൊ നമ്മള് ഡെയിലി നമ്മൾ പടച്ചവനോട് ഫോർഗീവ്നെസ് തേടിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചവന്, ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, എനിക്ക് മാപ്പ് തരണേന്ന് വിത്ത് ഫുൾ ഹാർട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ സ്ലോലി ഓരോ ദിവസമായിട്ട് ഈ കറുത്ത ഡോട്ട്സ് ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് തരും. ജസ്റ്റ് ലൈക്ക് ഹൗ യു ആർ ക്ലീനിങ് യുവർ ഹൗസ്. നമ്മൾ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നില്ലേ, അങ്ങനെ നമ്മളെ ഹാർട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ ഫോർഗീവ്നെസ് ആണ് അതിൽ വർക്ക് ചെയ്യാം. അപ്പൊ ഡെയിലി പഠിച്ചവനോട് ഫോർഗീവ്നെസ്സിനെ തേടുമ്പോൾ നമ്മളെ ഹാർട്ട് നല്ല ക്ലിയർ ആയിട്ട് വരും. അപ്പൊ ഡീ ക്ലട്ടറിങ് യുവർ ഹാർട്ട് അങ്ങനെയാ ചെയ്യാട്ടോ. കൂടുതലായിട്ട് നമ്മളെ ഹാർട്ടിനെ പ്യൂർ ആക്കി മാറ്റുക. ഒരുപാട് സാധനങ്ങളൊക്കെ കുറേ പേർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുത്ത് തന്നതിനൊക്കെ നന്ദി പറഞ്ഞ്, പഠിച്ചോനെ ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് നമ്മളെ ഹാർട്ടിനെ ക്ലീൻ ആക്കുക. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? എന്തിനാ നമ്മൾ ഈ ഡീക്ലട്ടറിങ് ഒക്കെ ചെയ്യുന്നത്? നമ്മളെ ആങ്സൈറ്റി കുറക്കുന്നു. നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും നമുക്ക് കൺസേൺസ് കുറയും. തോന്നിയിട്ടില്ലേ? എൻ്റെ കയ്യില് 10 പവൻ ഉണ്ടാവുമ്പോ ഉള്ള 10 പവൻ ഉണ്ടല്ലേ, അത് സൂക്ഷിച്ച് ബാഗിൽ വെക്കാം, അതേയാളുടെ ഉള്ളിൽ വെക്കാം. കള്ളം കയറിയാ കണ്ടുപിടിക്കോ? എൻ്റെ കയ്യിൽ ആ 10 പവൻ ഇല്ലെങ്കിലോ എനിക്ക് ഇങ്ങനത്തെ ടെൻഷൻ ഇല്ല, കൺസേൺസ് ഇല്ല. അപ്പൊ ഏറ്റവും സമാധാനം ഉള്ളവരാരാ? ഒന്നും ഇല്ലാത്തവരാ സത്യം പറഞ്ഞ സമാധാനത്തിന് കിടന്നുറങ്ങുന്നത്. ഉള്ളവൻ എപ്പോഴും പടച്ചോനെ, നാളെ നിഫ്റ്റി താഴേക്ക് പോവോ, എൻ്റെ പ്രോപ്പർട്ടിയിൽ വില കുറയോ, അയ്യോ എന്നുള്ള ചിന്തയും കൊണ്ടും കൺസേൺസ് കൊണ്ടും തന്നെയാ ആ പാവങ്ങൾ ഉറങ്ങുന്നത്. പടച്ചോൻ അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. ബട്ട് ഐ എം ടെല്ലിങ് യു, ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന കേട്ടോ. സോ ഫ്യൂവർ തിങ്സ് മീൻസ് ഫ്യൂവർ കൺസേൺസ് ആണ്. നമുക്ക് ആങ്സൈറ്റി കുറക്കുന്നുണ്ട്, നമുക്ക് ഫോക്കസ് കൂട്ടുന്നുണ്ട്. നമുക്ക് കുറച്ച് അല്ലെ ഡീക്ലട്ടറിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആകുമ്പോൾ എന്താണ്, നമുക്ക് ഫോക്കസ് കൂടുന്നുണ്ട്, ഡീപ്പർ എൻഗേജ്മെന്റ് കൂട്ടാൻ പറ്റുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഇബാദത്തിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി നമ്മൾ എന്തിനാണ് നനച്ചുകുളിയൊക്കെ ചെയ്യുന്നത്? നനച്ചുകുളി ചെയ്യുന്നത്? അടുത്ത 1 മാസത്തേക്ക് യു വോണ്ട് ബി ഏബിൾ ടു ഡു ഈ ക്ലീനിങ് ഒന്നും ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ആ 1 മാസം ഫുള്ള് കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ട ഒരു മാസമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. റൈറ്റ്? അപ്പൊ ഡോണ്ട് ഫോർഗെറ്റ്, വീട് മാത്രമല്ല നമ്മളുടെ ഈ ഹാർട്ടും ക്ലീൻ ചെയ്യാൻ മറക്കരുത്. ഡെയിലി ഫോർഗീവ്നെസ്സിന് ചോദിക്കുക, ക്ലീൻ ചെയ്യുക, മൈൻഡ് സെറ്റ് ക്ലീൻ ചെയ്യുക. ആൻഡ് ഓൺ ദാറ്റ് നോട്ട്, മിനിമലിസം എന്ന ടോപ്പിക്കിന്റെ മേലെയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ആൻഡ് ഇൻ ദാറ്റ്
ഡീക്ലട്ടറിങ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചത്. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടാത്തതായാലും അത് വേറൊരാൾക്ക് ചിലപ്പോൾ വേണ്ടതായിരിക്കും. അതങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക, വേണ്ടവർക്ക് അത് കൊടുക്കുക. അതേപോലെ തന്നെ ഡീക്ലട്ടറിങ്, ആ വീടൊക്കെ വൃത്തിയാക്കിയതുപോലെ തന്നെ സ്വന്തം ഹാർട്ടിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് അല്ലാഹ് സുബ്ഹാനഹു വ തആല നമുക്ക് ഈ റമദാന് ഭയങ്കര അടിപൊളിയായിട്ട് എൻട്രി ചെയ്യാനും, അതേപോലെ നല്ല ഇബാദത്തും നല്ലൊരു കോൺഷ്യസ് ആയിട്ട് ഫാസ്റ്റിംഗ് എന്ന് പറയില്ല, മൈൻഡ്ഫുൾ ആയിട്ട് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല സൂപ്പർ ആയിട്ടുള്ള റമദാൻ ഈ 2026 നമുക്ക് ഉണ്ടാവട്ടെ. അതിനു വേണ്ടിയിട്ട് ദുആ ചെയ്യോട് കൂടിയിട്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, വലൈക്കും അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാം. വലൈക്കും അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബ് നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. ജസാക്കല്ലാഹ് ഖൈർ. നല്ല സെഷൻ ഒരു ആയിരുന്നു, നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു നല്ല താങ്ക് യു സോ മച്ച്. എന്റെ ചിരകാല അഭിലാഷം അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാ. ഞാൻ കുറെ മലയാള വാക്കുകളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. ചിരകാല അഭിലാഷം അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാ. എന്റെ ചിരകാല അഭിലാഷമായ ഒരു സംഭവമാണ് റമദാനിൽ ഒരു കോഴ്സ് കൊണ്ടുവരാം. റമദാനിൽ ഒരു കോഴ്സ് കൊണ്ടുവരാന്നുള്ളത് എന്റെ ചിരകാല അഭിലാഷമായിരുന്നു. ഈ റെട്ടോറി എഡ്ജ് ഹബ് തുടങ്ങിയ തൊട്ട് തന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ വർഷം ഞാൻ കൊണ്ടുവരുന്നുണ്ട് റമദാനിൽ ഇങ്ങനെ ഒരു കോഴ്സ്. അത് ത്രൂ നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ? സൂറ കഹ്ഫ്, അടിപൊളി സൂറത്താട്ടോ. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും പടച്ചോ സൂറ കഹ്ഫ് ഓതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ബിസ്മില്ലാഹിർ എന്തൊക്കെയോ ഓടുന്നു. പക്ഷെ ഈ റമദാനിൽ നമ്മൾ അറിയാൻ പോവാണ് എന്തുകൊണ്ടാണ് ഇത് നമ്മളോട് ഓതാൻ പറഞ്ഞത്. വാട്ട് ഇസ് ദ റിയൽ മീനിങ് ബിഹൈൻഡ് ഇറ്റ്? എന്തിനാണ് നമ്മളിത് ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനാ ചെയ്യുന്നേ എന്ന് മനസ്സിലായി കഴിഞ്ഞാലേ അതിന്റെ പവർ ഒരു വേറെ സംഭവമാണ്. ഇപ്പൊ നമ്മളെ മക്കളായാലും പാവങ്ങൾ സ്കൂളിൽ പോകുന്നത് വെറുതെ അന്നേ. ആ പാവങ്ങൾക്ക് അറിഞ്ഞുകൂടാ അവരെന്തിനാ സ്കൂളിൽ പോകുന്നതെന്ന്. അതാണ് ആദ്യം നമ്മളെ മക്കളെ നിങ്ങൾ സ്കൂളിൽ പോയി ഇതാ കിട്ടുക എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആക്ച്വലി അതെനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. സ്കൂളിൽ പോയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ബേസിക്കലി എല്ലാത്തിൻ്റെയും ബാക്കിലുള്ള വൈ. അപ്പോൾ സൂറ കഹ്ഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. ഇൻ ദാറ്റ് ആദ്യത്തെ 10 ആയത്ത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നുണ്ടാവും. ഈ കോഴ്സ് ത്രൂ കടന്നു പോകുമ്പോൾ ആദ്യത്തെ 10 ആയത്ത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നുണ്ടാവും. എന്താണ് ബെനിഫിറ്റ് ഓഫ് നോയിങ് ദ ഫസ്റ്റ് 10 ആയത്ത്? ദജ്ജാൽ കളി നടക്കൂല. ഇങ്ങനെ പറയാ, കളിക്കരുത്, ഞാന് 10 ആയത്തൊക്കെ പഠിച്ച ആളാണ്. അപ്പൊ കഷ്ടം, ഒരാള് പോയി കിട്ടി എന്നിട്ട് തിരിച്ചു പോകും ആ ദജ്ജാല്. അപ്പൊ ദജ്ജാലിന്റെ കളി നമ്മളോട് നടക്കാതിരിക്കണമെങ്കിൽ ആദ്യത്തെ 10 ആയത്ത് നമ്മൾ പഠിച്ചോ. നമുക്ക് എന്തൊക്കെയാ പറഞ്ഞു തരുന്നു അല്ലേ? ഷെയ്ത്താന്റെ അടുത്തുനിന്ന് രക്ഷ നേടണമെങ്കിൽ ദേ ഇങ്ങനെ ചെയ്താൽ മതി, ദജ്ജാലിന്റെ അടുത്തുനിന്ന് രക്ഷ നേടണമെങ്കിൽ ദേ ഇത് ചെയ്താൽ മതി. ഇതൊക്കെ നമുക്ക് പഠിച്ചോൻ തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ചെയ്യൂല. നമ്മളിങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഖുറാൻ എടുക്കുക, ഓതുക. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം അങ്ങനെയല്ല. ഈ കോഴ്സ് ത്രൂ കടന്നു പോകുമ്പോൾ നിങ്ങൾ അതിന്റെ തജ്വീദ് പഠിക്കുന്നുണ്ടാവും. എങ്ങനെ ഓതണം, സിമ്പിളായിട്ട് ഇങ്ങനെ ഓതിയാ പോരാ, അത് തജ്വീദ് അനുസരിച്ച് എങ്ങനെ ഓതണം, അതിന്റെ അർത്ഥം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മളോട് എല്ലാ വെള്ളിയാഴ്ചയും ഓതാൻ പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ ഖുറാൻ ബേസ് ആയിട്ട് പഠിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ കുറെ ഹദീസ് പഠിക്കുന്നുണ്ടാവും. പടച്ചോന് എത്ര പേരുകളുണ്ട്, ആ പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും. അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നുണ്ടാവും. ഇതൊന്നും പോരാനിട്ട് എൻ്റെ വക ഇതേപോലത്തെ കുറച്ച് കസർത്തുകളും അതിലുണ്ടാവും. അത് സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം 6 മണി അല്ലെങ്കിൽ 6:30 ആയിരിക്കും നമ്മുടെ സെഷൻ കേട്ടോ. നോമ്പിനായിരിക്കും, റമദാനിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. 6 മണി അല്ലെങ്കിൽ 6:30 രാവിലെ. അതായത് നമ്മൾ എല്ലാം കഴിഞ്ഞു, ഇനി നമുക്ക് കിടന്നുറങ്ങാം എന്ന് വിചാരിക്കുന്ന ആ സമയത്ത് ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുക സൂമിന്റെ മുന്നിൽ. എന്നിട്ട് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുക. എന്നിട്ട് പടച്ചോനോട് പറയാം, അൽഹംദുലില്ലാ, ഈ വർഷമാണ് പടച്ചോനെ റമദാൻ ആയത്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പടച്ചോനെ എന്ന് പറയുമ്പോൾ പടച്ചോനും നമ്മളോട് വെരി ഗുഡ്, നല്ല കുട്ടി, ഇനിയും കൂടുതൽ ബർക്കത്ത് പടച്ചോൻ തരട്ടെ എന്നുള്ള രീതിയിൽ ദുആ ചെയ്യുന്നു. ഇപ്പൊ ഇതാണ് നമ്മളെ കോഴ്സ് കേട്ടോ. 1 മാസത്തെ കോഴ്സാണ്.
എന്നാലും നമ്മൾ സൂറ കഹഫ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും വാട്സാപ്പ് ത്രൂ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും ഈവൺ ആഫ്റ്റർ 1 month. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കോഴ്സ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ആ, സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായും എന്തെങ്കിലും എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ ചോദിക്കാന്? കോച്ച് രാവിലെ എപ്പോഴാന്ന് പറഞ്ഞത്? രാവിലെ രാവിലെ 6:30 IST. IST. അപ്പൊ അവിടെ എത്രയാ? ഇവിടെ 5 മണി. കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല, അവിടെ എത്ര മണിക്കായിരിക്കും സുബിയൊക്കെ? അവിടെ ഇവിടെ 5 മണി ഏതാണ്ട് ആ സമയമൊക്കെ തന്നെ. ഉം. കുഴപ്പമുണ്ടാവില്ല. ഐ ക്യാൻ ജോയിൻ. അത് കഴിഞ്ഞിട്ട് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, അപ്പൊ ജോലിക്ക് പോണ ടൈമാണ്, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ആ ഒരു ടൈമിലെല്ലാം Yeah, it തീർത്തിട്ട് shouldn't be a problem. വിത്ത് No ഫുൾ problem. എനർജി പോവാം. ഞാനിങ്ങനെ സൂറ കൗഫൊക്കെ പഠിച്ചിട്ടാണോ വരുന്നത്, എന്നോട് ദജ്ജാലിന്റെ കളി വരെ നടക്കില്ല, പിന്നെയാ നിന്റെ കളി, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പോവാന്നേ. Inshallah, inshallah. 1 hour ആണോ മാം? യെസ്, 1 hour ആയിരിക്കും. ടോട്ടലി 1 hour ഓക്കെ. ആയിരിക്കും കേട്ടോ. 1 day 1 hour. എന്നിട്ട് നിങ്ങൾക്ക് 1 hour ഇരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ അയ്യോ എനിക്ക് വയ്യേ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അത് അവസാനിപ്പിക്കും. നിങ്ങൾക്ക് വയ്യെങ്കിൽ നമ്മൾ ഒരിക്കലും ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകില്ല. പക്ഷേ എല്ലാവർക്കും അതിന്റെ എനർജി പറിച്ചോൻ തരട്ടെ അല്ലേ? ഇതൊരു എനർജി എക്സ്ചേഞ്ച് ആണ്. ഇതൊരു എനർജി എക്സ്ചേഞ്ചും കൂടിയാണ്. നമ്മൾ എത്രത്തോളം മറ്റേ സൈഡിൽ നിന്ന് നമുക്കൊരു ഇത് കിട്ടുന്നോ അത്രയും എനർജി നമുക്ക് ചിലപ്പോൾ 1 മണിക്കൂറല്ല, നിങ്ങളുടെ ഒക്കെ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇരുന്നേക്കാന്നൊക്കെ ഒരു ഫീലിംഗ് ഒക്കെ വരും. അത്രയും പവർഫുൾ ആണ് നമ്മളുടെ എനർജി എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ദേ ഞാൻ ചാറ്റ് ബോക്സിൽ നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കോപ്പി ചെയ്യുക, വിളിക്കണമെങ്കിൽ വിളിക്കാം, വാട്സാപ്പ് ചെയ്യണമെങ്കിൽ വാട്സാപ്പ് ചെയ്യാം. അപ്പോൾ ആസ് എൻ ഓറിയന്റേഷൻ ഞാൻ വിചാരിച്ച നാളെ വെക്കാമെന്നാണ്. പക്ഷെ ആസ് ഓഫ് നൗ ഇതിൽ ജോയിൻ ചെയ്തവർക്ക് മനസ്സിലായല്ലോ എന്താണ് നമ്മുടെ കോഴ്സ് ത്രൂ നമ്മൾ പഠിക്കുക എന്നുള്ളത്. അപ്പൊ ഇതായിരിക്കും കേട്ടോ. സൂറ കഹഫാണ്. ആദ്യത്തെ 10 ആയത്ത് നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്നുണ്ടാവും, ബാക്കി നമ്മൾ നന്നായിട്ട് ഓതാൻ പഠിക്കുന്നുണ്ടാവും. ഇൻഷാല്ലാ. ഓക്കെ, may Allah bless all of us to have a beautiful Ramadan. എല്ലാവർക്കും നല്ലൊരു റമദാൻ. ഇൻഷാല്ലാ. എല്ലാവരും ദുആ ചെയ്യട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യാം. എല്ലാവർക്കും നല്ല ആരോഗ്യകരമായ ഒരു ജീവിതം മുന്നോട്ട് ഉണ്ടാവട്ടെ. അടിപൊളിയായിട്ട് നമ്മൾ പടച്ചോൻ എങ്ങനെയാണോ റമദാൻ കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്നത് അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റട്ടെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യാം. ഓക്കെ, ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം.